നിങ്ങൾക്ക് നിങ്ങൾക്കത് പോസിബിൾ ആണെങ്കിൽ വീഡിയോ ഓൺ ചെയ്യുക. ഞാൻ വിശ്വസിക്കുന്ന ദൈവം നിങ്ങളോട് ഇന്ന് സംസാരിക്കും. ഇന്ന് ആരൊക്കെ ഇവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടോ? കുറച്ച് ആൾക്കാർ ഇനി ജോയിൻ ചെയ്യാൻ വേണ്ടിയുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും. നിങ്ങൾക്ക് വേണ്ടി ദൈവം സംസാരിക്കും. അതുകൊണ്ട് ഒരു പക്ഷെ നിങ്ങൾ ജോലിയിലായിരിക്കാം, നിങ്ങൾ യാത്രയിലായിരിക്കാം, അത് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന്റെ വചനത്തെ കേൾക്കുക. വചനത്തെ നിങ്ങൾ എങ്ങനെ റിസീവ് ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്റെ ശബ്ദം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അങ്ങനെയാണ് കൈ നോക്കാവോ? ജസ്റ്റ് എന്റെ ശബ്ദം നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ. നിങ്ങൾ കഴിയുന്ന ആൾക്കാര് നിങ്ങളുടെ കയ്യിലെ ബൈബിൾ നിങ്ങളുടെ കയ്യിലെടുക്കുക. ഞാൻ പറയുന്ന വചനങ്ങളെ നിങ്ങൾ നോട്ട് ചെയ്യുക. കാരണം വചനത്തിൽ കൂടെയാണ് നമുക്ക് വിടുതൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. വചനമാണ് നമ്മളെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യുന്നത്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നിങ്ങളിലേക്ക് റിലീസ് ആകുന്ന ദൈവത്തിന്റെ വചനം വഴിയാണ്. അതുകൊണ്ട് തന്നെ ഒരു വചനവും വെറുതെ പോകുന്നില്ല. എല്ലാ വചനത്തിനും അതിൻ്റെതായ ഒരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന്റെ വായിൽ നിന്നൊരു വചനം നിങ്ങൾക്ക് വേണ്ടി പുറപ്പെട്ടാൽ ആ വചനം അതിന്റെ പ്രവൃത്തി ചെയ്യാതെ പോകത്തില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വചനത്തെ റിസീവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ റെഡി ആയിട്ടിരിക്കും. കാര്യം നമ്മുടെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ദൈവം എന്നോട് സംസാരിച്ചത് ദൈവസന്നിധിയിൽ നിന്നും പുറപ്പെടുന്ന ഒരു നദിയും, ജീവജല നദി, ദൈവത്തിന്റെ ജീവജല നദിയെ കുറിച്ച് പറയാൻ വേണ്ടിയുള്ള ഒരു വെളിപ്പാടാണ് ദൈവം എൻ്റെ ഉള്ളിലേക്ക് തന്നത്. ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ജീവജല നദി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ജീവജല നദി എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ദൈവത്തിലേക്ക് വന്ന ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു ബോണഗെയിനായ ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവില്ലല്ലോ, എനിക്ക് ദൈവവുമായിട്ട് കണക്ഷൻ ഇല്ലോ എന്നും അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടല്ലോ, ഓർത്തോണം, ഇന്ന് നിങ്ങളുടെ ദിവസമാണ്. ഇന്ന് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയത്തക്ക രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കും. അതുകൂടാതെ തന്നെ ചില മേഖലകളിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില മേഖലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു ചെന്ന് ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി പോകും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളിത് വിശ്വസിക്കുന്നുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് യഥാർത്ഥമായിട്ട് തന്റെ പ്രവൃത്തി ചെയ്യാൻ പോവാന്ന് ഞാനിത് ഈ ഒരു മീറ്റിങ്ങിനെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ കണ്ടത് ഹീലിംഗ് ഡെലിവറൻസുകളെ ഞാൻ കണ്ടു. ഹീലിംഗ് ഡെലിവറൻസ്, ഫാമിലിയിലെ പ്രോബ്ലങ്ങൾ മാറുന്ന ഞാൻ കണ്ടു, ഹെൽത്ത് പ്രോബ്ലങ്ങൾ മാറുന്ന ഞാൻ കണ്ടു, ചിലവരുടെ മൈൻഡിനെ ദൈവം സൗഖ്യമാക്കുന്ന ഞാൻ കണ്ടു. ഞാൻ വിശ്വസിക്കുന്നു ഇത് ഞാൻ കുറച്ച് ആൾക്കാരും കൂടെ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ആൾക്കാരെ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേ ബി അവരുടെ ജോലിയിലും കൂടി ആയതുകൊണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ശക്തി അവർക്ക് വേണ്ടി റിലീസ് ആവാൻ വേണ്ടി ഞാൻ ഒട്ടും തന്നെ സമയം കളയുന്നില്ല. ദൈവം എനിക്ക് തന്ന ഒരു വചനത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി പോവാം. നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ബൈബിള് റെഡിയാക്കി വെക്കുക. ഞാൻ പറയുന്ന വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവം പറയുന്ന ഒരു കാര്യം യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം. അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: അതിന് യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്നുത്തരം പറഞ്ഞു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം വെച്ച് കർത്താവെ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് ഈ വചനം പറയുമ്പോൾ യഥാർത്ഥമായി അങ്ങയുടെ ശക്തി വെളിപ്പെടണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജീവനുള്ള ദൈവത്തിന്റെ വചനത്തിൽ അതിന്റെ ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവെ, അങ്ങയുടെ റെവലേഷൻ പറയുന്ന സമയത്ത് തന്നെ അതിൽ നിന്നും ശക്തി വെളിപ്പെടുവാനും അത് വ്യക്തികളെ സ്പർശിക്കുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകലർക്ക് വേണ്ടി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് അവരുടെ മേൽ യഥാർത്ഥമായി കർത്താവ് ഒരു വ്യക്തി അവരെ തൊടുന്നത് പോലെ കർത്താവ് അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തൊട്ടുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ, ആമേൻ.
ഇവിടെ പറയുന്ന ഒരു കാര്യം, അതിന് യേശു നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ. ഇവിടെ യേശു ഒരു എന്താ പറയുന്നത്, ഒരു ശമരിയയിലെ ഒരു സ്ത്രീയോട് സംസാരിക്കുന്ന ഒരു ഭാഗമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, യേശു ഒരു ഗ്രാമത്തിൽ കൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അവിടെ വെച്ച് ഒരു സ്ത്രീയോട് സംസാരിക്കുക. യേശുവിന് ദാഹിച്ച സമയത്ത് യേശു ആ കിണറിന്റെ അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് ഒരു സ്ത്രീ അവിടെ വെള്ളം കോരാൻ വേണ്ടി വന്നു. അപ്പൊ ആ സ്ത്രീയോട് യേശു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഞാൻ കാര്യം അതിന്റെ ആ ബാക്ക്ഗ്രൗണ്ടിലോട്ട് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നത്, കാര്യം നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആൾക്കാർ. അപ്പൊ യേശു ആ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നതും ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടുത്തെ ഫസ്റ്റ് പാർട്ട് ഞങ്ങളോട് പറയാൻ പോകുന്ന കാര്യം, നീ ദൈവത്തിന്റെ ദാനം എന്താണെന്ന് തിരിച്ചറിയണം. എന്താണ് ദൈവത്തിന്റെ ദാനം? നമുക്കറിയാം, ദൈവത്തിൽ നിന്നും ഈ ലോകത്തിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. യേശുവാണ് ദൈവത്തിന്റെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ്. കാരണം തന്റെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. യേശുവാണ് പെർഫെക്റ്റ്. ദൈവത്തിൽ നിന്നുള്ള ഈ ലോകത്തിൽ നമുക്ക് വേണ്ടി തന്ന ഏറ്റവും പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ യേശുവാണ്. അപ്പൊ ഇവിടെ യേശു പറഞ്ഞ കാര്യം, നീ ദൈവത്തിന്റെ ദാനം എന്താണെന്ന് നീ അറിയണം. 2, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും. രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. യേശു എന്ന് പറയുന്ന ദൈവം ഈ ലോകത്തിന് തന്ന ഏറ്റവും പെർഫെക്റ്റ് ഗിഫ്റ്റാണ്. ആ ഗിഫ്റ്റ് വഴിയാണ് നമ്മുടെ പാപത്തെ ദൈവം മോചിച്ചു. നമ്മുടെ ബോണ്ടേജിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. നമ്മളൊരു ഫ്രീഡത്തിലോട്ട് കടന്നു. യേശുവാണ് ഏറ്റവും പെർഫെക്റ്റ് ഗിഫ്റ്റ്. എന്നാൽ രണ്ടാമത്തെ കാര്യം, യേശുവിന് നിങ്ങൾക്ക് ഒരു കാര്യം തരാൻ വേണ്ടി പറ്റും. യേശുവിന് മാത്രം, വേറെ ആർക്കും പറ്റത്തില്ല. യേശുവിന് തരാൻ പറ്റുന്ന ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യം, നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്ന ആരെന്ന് അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കും. കാരണം യേശുവിനോട് നീ ചോദിച്ചാൽ യേശുവിന് തരാൻ നിനക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവ്. ഞാൻ പറയുന്ന പരിശുദ്ധാത്മാ എന്ന് പറയുന്നത് ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ദൈവം യേശുവിനെ ലോകത്തിലേക്ക് തന്നു. യേശുവിൽ നിന്നും എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് തന്റെ പരിശുദ്ധാത്മാവിനെയാണ്. ഞാൻ ശിഷ്യന്മാരോട് പറയുന്ന സമയത്ത് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. യേശുവിന്റെ സ്വർഗാരോഹണത്തിന് സമയമായി. യേശു പറയാം, ഞാൻ പോകുന്ന നിങ്ങൾക്ക് നല്ലതാ. ഞാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പിതാവിനോട് ഒരു കാര്യം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യസ്ഥനെ നിങ്ങൾക്ക് വേണ്ടിയായി, ഒരു കാര്യസ്ഥൻ, അത് പരിശുദ്ധാത്മാവ്. യേശു പിതാവിനോട് ചോദിച്ചിട്ട് പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിലേക്ക് വന്നതാണ് പെന്തക്കോസ് നാള്. പെന്തക്കോസ് നാളിൽ അവർ ആ ഒരു മാളിക മുറിയിൽ കൂടിയിരുന്ന സമയത്ത് ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് വന്നു. അവരുടെ മേൽ അഗ്നിനാവുകൾ പ്രത്യക്ഷമായി അവര് അന്യഭാഷകളിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് തന്നത് യേശുവാണ്. അപ്പൊ ആ സ്ത്രീയോട് യേശു ചോദിക്കുവാണ്, എനിക്ക് തരാൻ പറ്റുന്ന ഗിഫ്റ്റ് എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിച്ചേനെ. എനിക്ക് നിനക്ക് തരാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഗിഫ്റ്റ് എന്റെ കയ്യിലുണ്ട്. ആ ഗിഫ്റ്റ് എന്താണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പാസ്റ്ററോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു പ്രവാചകനോട് ചോദിച്ചിട്ട് കാര്യമില്ല, ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയിട്ട് അവിടെ ചെന്ന് നിങ്ങൾ പൈസ കൊടുത്ത് അനോയിന്റിങ് മേടിക്കാൻ നടക്കുന്ന കാര്യമല്ല. നിങ്ങളെ മനസ്സിലാക്കണം, നിങ്ങൾ ആരോട് ചോദിക്കണം. ആരോട് ചോദിക്കണം? നിങ്ങൾ ചോദിക്കേണ്ടത് യേശുവിനോടാണ്. നിങ്ങൾ യേശുവിനോട് ചോദിച്ചാൽ യേശു നിങ്ങൾക്കൊരു കാര്യം തരും. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. ജീവനുള്ള വെള്ളം. ജീവനുള്ള വെള്ളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ കുറിക്കും. ഞാൻ നിങ്ങളോട് വീണ്ടും പറയുവാണ്, ഞാനിത് പറയുന്ന സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ പ്ലാറ്റ്ഫോം ഓൾറെഡി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങളെ കൊണ്ട് പറ്റുന്ന സകല വ്യക്തികളും നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുക. കാരണം എനിക്ക് നിങ്ങളോട് പ്രവചിക്കണമെന്നുണ്ട്. കാര്യം എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കാതെ നിങ്ങളോട് എനിക്ക് പ്രവചിക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓൺ ആക്കാതെ പ്രവചിക്കാം. പക്ഷെ അത് എന്റെ പേഴ്സണൽ വില്ലാണ്. എല്ലാവരോടും പ്രവചിക്കാം. പക്ഷെ ദൈവം എന്നെ സ്പെസിഫിക് ആയിട്ട് ചില ആൾക്കാരെ കാണിച്ചാൽ അവരുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, പറ്റുമെങ്കിൽ, ഞാൻ പറയുന്നത് നിർബന്ധിക്കുകയല്ല, പറ്റുമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യം അനുവദിക്കുന്നു എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഓൺ ആക്കുക.
കാരണം ഇവിടെ പരിശുദ്ധാത്മാവ് ഓൾറെഡി ചലിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സ്ഥിതികളെ കാണും. നിങ്ങൾ ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രോബ്ലങ്ങളുടെ ഏറ്റവും വലിയ സൊല്യൂഷൻ ദൈവത്തിൽ നിന്നും ഉള്ള തന്റെ പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവല്ലാതെ ഒന്നും, എന്താ പറയുന്നത്, പരിശുദ്ധാത്മാവിൽ കൂടെ അല്ലാതെ ഒരു വിടുതൽ നിങ്ങൾക്ക് നടക്കത്തില്ല. ഒരു വിടുതൽ നിങ്ങൾക്ക് നടക്കത്തില്ല. നിങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തികളെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിന് പറ്റും. ആഗ്രഹിക്കുന്ന വ്യക്തികളെ തൃപ്തിപ്പെടുത്തുവാൻ യേശുവിന് പറ്റും. എന്നെ ഇപ്പം റോബിൻ മാത്യു എന്ന് പറഞ്ഞുകൊണ്ടൊരു റോബിൻ മാത്യു ദൈവം നിങ്ങളോട് വീഡിയോ ഓണാക്കാൻ പറ്റുവാണോ? ഓണാക്കിക്കോ. ദൈവം നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പോവാം. ദൈവം എന്നെ കാണിക്കുന്ന ഒരു റെവലേഷൻ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു യാത്രയെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആക്കി വെച്ചിരിക്കുക. ഞാൻ അങ്ങനെ ഒരു കാര്യം കാണുവാണ്. 2 കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെതായിട്ട് ഒരു വാതില് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോകും. ദൈവത്തിൽ നിന്നും ഒരു വാതില് ഞാൻ കാണുന്നു. നിങ്ങളൊരു മറ്റൊരു രാജ്യത്തിലേക്ക് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്തിട്ട് അവിടെ നിങ്ങൾ താമസിക്കാൻ വേണ്ടി തുടങ്ങും. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ, ദൈവം എന്നെ കാനഡ എന്ന് കാണിക്കും. കാനഡ അധികം താമസിയാതെ അങ്ങനെ ഒരു വഴി ദൈവത്തിൽ നിന്ന് ഓപ്പൺ ആവാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു വഴി. ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ സംഭവിക്കും. ഞാൻ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. റോബിൻ ബ്രദർ അൺമ്യൂട്ട് ചെയ്തേ. റോബിൻ ബ്രദർ അവിടെ വേറെ എന്തെങ്കിലും ജോലിയുടെ നിൽക്കുകയാണോ? സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ ഈ സമയത്ത്? അൺമ്യൂട്ട് ചെയ്തേ. സംസാരിക്കാൻ പറ്റുമോ? എന്തെങ്കിലും ജോലിയുടെ ഇടയിലാണോ? സംസാരിക്കാം. ഞാൻ ICPF-ന്റെ മീറ്റിംഗിലായിരുന്നു, അതിപ്പോ കഴിഞ്ഞു. ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ പുറത്തോട്ട് പോകാൻ വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ സമയത്ത്? എന്തെങ്കിലും ഒരു വഴി നോക്കുന്നുണ്ടോ? ഞങ്ങൾ കാനഡയ്ക്ക് പോകാൻ വേണ്ടി അവിടെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. യെസ്. ദൈവം പറഞ്ഞ കാര്യം, ആ ഒരു വാതിൽ ഇന്ന് ഓപ്പൺ ആവും. നിങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഇന്ന് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോവുക. ഇതിനുവേണ്ടി നിങ്ങൾ ഏതെങ്കിലും ഒരു ഏജൻസി ഇപ്പൊ സമീപിച്ചിരിക്കുകയാണോ? ഏതെങ്കിലും ഏജൻസി വഴി എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ഉണ്ട്. എന്നിട്ട് ആ ഏജൻസി നിങ്ങളെ ഒത്തിരി പൈസ മേടിച്ചിട്ടോ ഈ സമയത്ത് ഏതെങ്കിലും രീതിയിൽ? ഇല്ല, അങ്ങനെ മേടിച്ചിട്ടില്ല. ഇപ്പൊ വൈഫിന്റെ OET-യുടെ ആദ്യത്തെ ചാൻസ് കഴിഞ്ഞായിരുന്നു. ഇപ്പൊ രണ്ടാമത് ഇപ്പോൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവം പറയുന്നത് കേട്ടോണം. ദൈവം നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കും. നിങ്ങൾ ഒരു കമ്മീഷൻ കൊടുക്കാതെ ഏതെങ്കിലും അല്ലാത്ത രീതിയിൽ ശ്രമിക്കാതെ തന്നെ ദൈവത്തിൽ നിന്നും ഒരു ഫേവർ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആവാൻ വേണ്ടി പോകും. ദൈവം തരുന്ന അധികാരത്താൽ ഞാനിപ്പോ ആ വഴിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറഞ്ഞ ഈ ഒരു സൂം മീറ്റിംഗ് ഒരു ഡെലിവറൻസിന് വേണ്ടിയുള്ള മീറ്റിംഗ് ആണ്. അനേകരുടെ വഴി ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോകും. അതുകൊണ്ട് ദൈവം പറയുവാണ്, ഇന്ന് ഇതിനകത്ത് യാദൃശ്യമായിട്ട് കയറിയതല്ല, ദൈവമായിട്ട് കയറ്റിയത്. ഇന്ന് ആ വാതിൽ ഓപ്പൺ ആകും. ഞാൻ കണ്ട റെവലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിലുണ്ട്, പക്ഷെ ആ വാതിൽ ക്ലോസ്ഡ് ആയിട്ട് കിടക്കും. ആ വാതിൽ ക്ലോസ്ഡ്. പക്ഷെ ഇന്ന് ദൈവത്തിന്റെ ശബ്ദം റിലീസ് ആകുന്ന സമയത്ത് ആ വാതിൽ ഓപ്പൺ ആകും. ജസ്റ്റ് വിശ്വസിക്കാം. യേശുവിന്റെ നാമം. കർത്താവേ, ഇപ്പോൾ ഞാൻ ആ വഴിയെ ഓപ്പൺ ആക്കും. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ നാമം. കർത്താവെ, ആ വഴിയെ ഞാൻ ആ വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സകല സ്കോറുകളും കർത്താവ് യേശുവിന്റെ നാമത്തിൽ അനുകൂലമായിട്ട് മാറും. ഇപ്പോൾ അവർക്ക് വേണ്ടി ആ ഒരു സ്റ്റാമ്പിന്, ആ ഒരു വിസ സ്റ്റാമ്പിന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്പിരിച്വൽ റലത്തിൽ ഞാനതിനെ റിലീസ് യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ റിലീസ് ആകട്ടെ യേശുവിന്റെ നാമം, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ.
ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് എത്ര പിള്ളേരുണ്ട്? ഒരു മോനുണ്ട്. മോൻ അല്ലേ? ഓക്കെ. ഞാനിപ്പോ പ്രാർത്ഥിച്ച 2.5 സമയത്ത് വയസ്സായി, 3 വയസ്സായി. ഞാൻ കാണുന്ന ഒരു റെവലേഷൻ എന്ന് പറഞ്ഞാല്, നിങ്ങൾ ഒരു ആൺകൊച്ചിനെയും കൊണ്ട് നിങ്ങൾ ആ രാജ്യത്ത് നിൽക്കുന്നു. അതാ ഞാൻ ചോദിച്ചത് എത്ര പിള്ളേരുണ്ട്? ഒരു ആൺകൊച്ചിനെ. ഒരാൺകുഞ്ഞുണ്ട്. യെസ്. ദൈവം നിങ്ങളെ കുടുംബമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകും. കൊച്ചിനെ ഇവിടെ വെച്ചിട്ട് പോകേണ്ട ആവശ്യം വരത്തില്ല. എനിക്കറിയത്തില്ല ഇതിങ്ങനെയൊക്കെ പ്രോസസ് ഉണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം കൺഫർമേഷൻ പറയുവാണ്, നിങ്ങൾ പോകുന്നത് ഫാമിലി ആയിട്ട്. അതിനുള്ള വഴി ദൈവം ഇപ്പോൾ അവിടെ ഒരുക്കിയിരിക്കും. കർത്താവ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി കർത്താവ്, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പൊ ജസ്റ്റ് വിശ്വസിക്കുക. മ്യൂട്ട് ചെയ്തു. ഞാൻ പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ, ഞാൻ ഇതൊരു ദൈവം തെളിയിക്കുവാണ്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നാൽ നിങ്ങളുടെ എന്തടഞ്ഞ വഴിയാണോ അത് ഓപ്പൺ ആകും. എവിടെയാണോ ഡെലിവറൻസ് വേണ്ടത് അവിടെ ഡെലിവറൻസ് സംഭവിക്കും. ഇത് ഞാൻ പറയുന്ന കാര്യം, നിങ്ങൾ ഇത് ചോദിക്കേണ്ടത്, ഞാൻ ആദ്യം പറഞ്ഞ വാക്യം നിങ്ങൾ താമസിച്ച് വന്നവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി ഞാൻ പറയുവാണ്. ദൈവം പറയുന്ന ഒരു വാക്യം, ആദ്യം പറഞ്ഞ വാക്യം, അതായത് യോഹന്നാൻ 4:10, യേശു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കൊടുപ്പാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു. അതായത് നിങ്ങൾ ചോദിക്കേണ്ടത് പ്രവാചകനോടല്ല, പാസ്റ്ററോടല്ല, നിങ്ങൾ ചോദിക്കേണ്ടത് യേശുവിനോടാണ്. ചോദിക്കേണ്ട വ്യക്തിയോട് ചോദിച്ചാൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം നിങ്ങൾ ദൈവത്തിന്റെ മകന്, യേശു ക്രിസ്തുവിൽ നിങ്ങൾ ജീവനുള്ള ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾക്ക് ചോദിക്കാൻ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ള അധികാരം നിങ്ങൾക്കുണ്ട്. അധികാരം നിങ്ങൾ ചോദിച്ച ഈ സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ദൈവം ഉത്തരം തരുക. ഞാൻ വീണ്ടും ദൈവം എന്നെ ഒരു പ്രോഫറ്റിക് ലെവലിലോട്ട് കൊണ്ടുപോകുക. ദൈവൻ ടിൻറ്റുമേരിയോട് പറയുക, ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ദൈവം എന്നെ 2 കാര്യം കാണിക്കുന്നു. ഒന്ന്, നിങ്ങളുടെ ഹസ്ബൻഡിനെ കാണിക്കുന്നു. 2, നിങ്ങളുടെ സാമ്പത്തിക മേഖലയെ കാണിക്കുന്നു. ദൈവം പറയുക, ചോദിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് ഇന്ന് ഉത്തരം വരിക. ഇവിടുന്ന് ഒരു പ്രവചന ശബ്ദം വന്നാലും ഇല്ലേലും ഈ സമയത്ത് യേശുവിനോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി വഴി ഓപ്പണാവും. നിങ്ങൾക്ക് വേണ്ടി വഴി ഓപ്പണാവും. ഞാൻ കാണുന്ന കാര്യം, ദൈവം ചില മുറിഞ്ഞു പോയതിനെ ദൈവം യോജിപ്പിക്കാൻ വേണ്ടി, മുറിഞ്ഞു പോയ കാര്യങ്ങളെ ദൈവം ചില സമയത്ത് ചില കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒഴുകിപ്പോയി. പക്ഷെ എല്ലാം തിരികെ വരും. ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് വരണം. നിങ്ങൾ കുടുംബമായി യേശു പറയുന്ന കൽപ്പന പ്രമാണിക്കും. യേശു പറഞ്ഞ കാര്യം, എന്നെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം, സ്നാനപ്പെടണം. ഈ ദൈവത്തിന്റെ കൽപ്പന അതാ. ഞാൻ പറയുന്ന കാര്യം, ഇത് മനുഷ്യനായി ഞാൻ പറയുമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൺഫർമേഷൻ പറയുന്ന കാര്യം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ കാര്യങ്ങൾ സംഭവിക്കും. എനിക്ക് ഒത്തിരി പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ ഞാൻ ആ മെസ്സേജിലോട്ട് വീണ്ടും കടന്നു വരാൻ വേണ്ടി പോവാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ചോദിക്കേണ്ടത് യേശുവിനോടാണ്. നിങ്ങൾ യേശുവിനോട് ചോദിച്ചാൽ യേശു നിങ്ങൾക്ക് തരുന്നത് ജീവനുള്ള വെള്ളമാണ്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്ത് ചോദിക്കണം? നിങ്ങൾ ചോദിക്കേണ്ടതും നിങ്ങളുടെ സ്വന്തം ഹിതപ്രകാരമല്ല, ദൈവം നിങ്ങൾക്ക് തരുന്ന തന്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളോട് പറയും എന്ത് ചോദിക്കണം. ഒരു വചനമുണ്ട്, ദൈവം നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ഉള്ളിലോട്ട് തരും. എനിക്കൊരു ആസ് എ മാൻ, അതായത് ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് എന്റെ പേഴ്സണൽ ആഗ്രഹങ്ങളുണ്ട്. എന്നാൽ ദൈവം എൻ്റെ ഉള്ളിൽ തന്നിരിക്കുന്ന എൻ്റെ ആത്മീയ മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അത് ദൈവത്തിന്റെ ഹിതവുമായിട്ട് കണക്റ്റഡ്. ദൈവത്തിന്റെ ഹിതമേ നിങ്ങളുടെ ഉള്ളിലെ ആത്മീയ മനുഷ്യൻ ചോദിക്കത്തുള്ളൂ. അപ്പൊ ദൈവം പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ ഹിതപ്രകാരം എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ അത് നിങ്ങൾക്കുണ്ടാകും. മാനുഷികമായിട്ടല്ല, മാനുഷിക ഹിതമല്ല. നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്നെ കുറിച്ചുള്ള അങ്ങയുടെ ഹിതം എന്താണ്? അങ്ങയുടെ ഹിതം എന്താണ്? അത് മാത്രം എന്റെ ജീവിതത്തിൽ വരണം. എനിക്ക് ബിസിനസ് നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. എനിക്ക് സാമ്പത്തികം ഒന്നുമല്ല. എന്നെ കുറിച്ച് അങ്ങയുടെ ഹിതം. എന്റെ ആഗ്രഹം, ദാവീദിന്റെ ആഗ്രഹം എന്നായിരുന്നു? നിന്റെ ഹിതവും ദൈവത്തിന്റെ ഹിതവും തമ്മിലുള്ള വ്യത്യാസം. നിന്റെ ഹിതവും നമ്മുടെ ഹിതവും ദൈവത്തിന്റെ ഹിതവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ജസ്റ്റ് ചെറിയ ആടിനെ കോൺസെൻട്രേറ്റ് ചെയ്യും, ദൈവം രാജാവിനെ കോൺസെൻട്രേറ്റ് ചെയ്യും.
വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ വലുതാണ്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികൾ വലുതാണ്. ഞാൻ പിന്നെയും പറയുകയാണ്, പറ്റുന്ന ആൾക്കാര് നിങ്ങളുടെ വീഡിയോ ഓണാണ്. പറ്റുന്ന ആൾക്കാർ കാര്യം നിങ്ങളോട് ദൈവത്തിന്റെ പ്രവചന ശബ്ദം വരാൻ വേണ്ടി. കാര്യം എനിക്ക് ഇന്ന് പ്രോഫറ്റിക്കൽ രീതിയിൽ മൂവ് ചെയ്യാനാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നത്. ഞാൻ അടുത്തൊരു വാക്യം കൂടെ പറയാം. അടുത്തൊരു വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യോഹന്നാൻ 4:14. യോഹന്നാൻ 4:14. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉള്ള ആൾക്കാർ എടുത്ത് വായിക്കുക, അല്ലാത്ത ആൾക്കാർ മൊബൈലിനകത്തുണ്ടെങ്കിൽ മൊബൈലിനകത്ത് നോക്കുക. യോഹന്നാൻ 4:14 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല. ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. ഇനി നോക്കിക്കോണേ, ഇവിടെ ദൈവം പറയുന്ന കാര്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കത്തില്ല. അതായത് നിങ്ങൾക്കൊരു ഡെലിവറൻസ് സംഭവിച്ചാൽ, നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തിൽ നിന്ന് ആഗ്രഹിക്കുക, ദൈവത്തിൽ നിന്നും ഒരു ഡെലിവറൻസ് നിങ്ങൾക്ക് സംഭവിച്ചാൽ പിന്നെ ഒരു ഡെലിവറൻസിന്റെ ആവശ്യം നിങ്ങൾക്ക്. നമുക്കറിയാം, ഞാൻ ചില ആൾക്കാർ കാണിക്കുന്ന കണ്ടു, ചില ആൾക്കാർ ഭൂതത്തെ പുറത്താകും, പക്ഷെ ആ പാസ്റ്റർ പോയി കഴിയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ പിന്നെയും ഭൂതം കാണും. ചില ആൾക്കാർ കടഭാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, ആ സമയത്ത് മാറും, പിന്നെയും കടം വരും. പക്ഷെ ഞാൻ പറയുന്ന കാര്യം, റിയലി ദൈവത്തിൽ നിന്നും ഒരു വിടുതൽ നിങ്ങൾക്ക് സംഭവിച്ചാൽ അത് എക്സാക്റ്റ് ആയിരിക്കും. പിന്നെ അതിന്റെ മുകളിൽ ഒന്നും ഒരു കാര്യമില്ല. യഥാർത്ഥത്തിൽ നിങ്ങൾ രക്ഷപ്പെടും. യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ബോണ്ടേജിൽ നിന്ന് പുറത്തു വരും. ഇതാണ് സത്യം. ഈ സത്യം ഇത്രയേ ഉള്ളൂ. ഇതിന്റെ റീസൺ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനത്തെ റിസീവ് ചെയ്താൽ, ഞാൻ പറയുന്ന കാര്യം, മനുഷ്യനെ നോക്കരുത്, ഈ പ്രസംഗിക്കുന്ന എന്നെ നോക്കരുത്. ഞാനെന്ന വ്യക്തി ഒരു സാധാരണക്കാരനാണ്, പക്ഷെ ഞാൻ പറയുന്ന വചനത്തിനകത്ത് ശക്തി. ഈ വചനത്തെ നിങ്ങൾ വിശ്വസിച്ചാൽ, ഈ വചനം നിങ്ങളെ വിടുവിക്കും. നിങ്ങളുടെ ദാഹം മാറും. യേശു പറയുവാണ്, ഈ വെള്ളം കുടിച്ചാൽ നിങ്ങളുടെ ദാഹം മാറും. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അജറ്റിനോട് ദൈവം പറയുവാണ്, അജറ്റിനോട് ദൈവം സംസാരിക്കുക. അജറ്റ് ഞാൻ പറഞ്ഞ കേൾക്കപ്പെടുന്നുണ്ടല്ലോ അല്ലെ? ദൈവം പറയുന്ന കാര്യം, എന്നെ ഒരേ സമയം ദൈവം എന്നെ കാണിക്കുന്ന 2 ബിസിനസ് മേഖലകളെ ദൈവം എന്നെ കാണിക്കുക. 2 ബിസിനസ് മേഖല. ദൈവം എന്നോട് പറഞ്ഞ കാര്യം, ഒരു ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത കാര്യത്തെ ദൈവം വലുതാക്കാൻ വേണ്ടി പോകും. ദൈവം അങ്ങനെ ഒരു റെവലേഷനെ ദൈവം എന്നെ കാണിക്കും. ദൈവം പറഞ്ഞ കാര്യം, നിന്നിൽ ഞാനൊരു ദാവീദിനെ കണ്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ദാവീദ് ആടിനെ മേയ്ക്കുക. ദാവീദിന്റെ യഥാർത്ഥ പ്രൊഫഷൻ ആടിനെ മേയ്ക്കുമായിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് ദൈവം ദാവീദിനെ ഒരു രാജാവാക്കി മാറ്റി. അതുപോലെ ദൈവം വെച്ചിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കയറേണ്ട ഒരു സീസൺ ആയിക്കൊണ്ടിരിക്കും. ദൈവം വെച്ചിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് കയറേണ്ട ഒരു സീസണാണ്. ദൈവം എന്നോട് അങ്ങനെ തന്നെ പറയുക. അതിന്റെ ഒരു അടയാളമാണ് എനിക്കറിയത്തില്ല, ഓൾറെഡി ഇപ്പം അജറ്റ് ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവനെ 2 മേഖല കാണിക്കും. 2 മേഖല അവിടെ ദൈവം, എനിക്കറിയത്തില്ല, മേ ബി അത് തുടങ്ങാൻ പോകുന്നതാണെന്നറിയാം. പക്ഷെ വീണ്ടും എന്നെ 2 കാണിക്കുക. 2 മേഖല ദൈവം എന്നെ കാണിക്കും. അതുമായിട്ട് കണക്ട് ചെയ്ത് ദൈവം എന്നെ ദുബായും കൂടെ കാണിക്കും. ദുബായ്. അജറ്റ് കാറ് നിർത്തി എന്നെ സംസാരിക്കാനുള്ള സാവകാശം ഉണ്ടോ? ഞാൻ അൺമ്യൂട്ട് ചെയ്യാം. യേശുവിന്റെ നാമം. ഹലോ, കേൾക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ആ, ഈ അജിറ്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന എത്ര ബിസിനസ്? ഒരു ബിസിനസ് ആണോ? ഇപ്പൊ ഒരു ബിസിനസ്സേ ഉള്ളൂ ഖത്തറില്. ഓക്കെ, 2 ബിസിനസിനെ ദൈവം കാണിക്കുന്നു. അതുകൂടാതെ അതിനകത്ത് ഒരു ബിസിനസിന് ദുബായിയുമായിട്ടൊരു കണക്ഷൻ കൂടെ ദൈവം തരും. അതാ ദൈവം എന്നെ ഇത് ജസ്റ്റ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യം ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ഇതിന് യാതൊരു കണക്ഷനും ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഈ വചനത്തെ വിശ്വസിക്കുക. ദൈവം നോക്കുന്നത് തന്റെ ഹൃദയത്തിന് യോജിച്ച ഒരു മനുഷ്യനെ. ഇന്ന് ഈ ഒരു റെവലേഷനെ ഏറ്റെടുക്കുക. ഇന്ന് ഞാൻ പറയുന്ന ഈ പരിശുദ്ധാത്മാവിന്റെ ഒരു ഡിഫറെന്റ് റലം അജറ്റിന്റെ ജീവിതത്തിൽ ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവുക. അതിനെ വിശ്വസിക്കുക.
ഇത് എനിക്കറിയത്തില്ല. ഈ കാറിൽ നിന്ന് എന്ന് പറഞ്ഞ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് ഓൾറെഡി ഡ്രൈവിംഗ് ആയതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കാത്തത്. അതുകൊണ്ട് ഈ വചനത്തെ വിശ്വസിക്കുക, അതുപോലെ സംഭവിക്കും. എത്ര സമയം താങ്ക് എടുക്കും? യു. വീട്ടിൽ ചെല്ലാൻ എത്ര സമയം എടുക്കും? ഞാൻ വേറൊരു മീറ്റിംഗ് നോക്കൊണ്ടിരിക്കും. 30 minutes. ശരി ശരി, ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ പ്രാർത്ഥിച്ചോളാം. ശരി ശരി ശരി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ദാഹത്തെ മാറ്റും. അത് ഏത് മേഖലയിലെ ദാഹമായിക്കോട്ടെ, അത് നിങ്ങളുടെ സ്പിരിച്വൽ ആയിരിക്കാം, അത് നിങ്ങളുടെ ഫിസിക്കൽ കാര്യമായിരിക്കാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയായിരിക്കാം, നിങ്ങളുടെ കുടുംബജീവിതവുമായിട്ടുള്ള ബന്ധമായിരിക്കും, എന്തുമായിക്കോട്ടെ, യേശുവിന്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ ദാഹം മാറും. അതാണ് യേശു പറഞ്ഞ കാര്യം. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്നവനും ഒരു നാളും ദാഹിക്കത്തില്ല. ഈ രണ്ടാമത്തെ കാര്യം പറഞ്ഞ കാര്യം, ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായി തീരും എന്ന് ഉത്തരം പറഞ്ഞു. കുറച്ചും കൂടെ പറഞ്ഞാൽ, ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ നിങ്ങളുടെ ദാഹം മാറും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന കാര്യം, ദൈവത്തിൽ നിന്നുമുള്ള ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിക്കും. നമ്മൾ ഈ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയ്ക്ക് ചിന്തിക്കാറില്ല. ദൈവത്തിന്റെ ജീവന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ നിങ്ങൾ ഒരു ഡെഡ് സിറ്റുവേഷനിലോട്ട് പോയാൽ, അതായത് ഞാൻ പറയുന്ന കാര്യം, നമുക്ക് ഒരു സാധ്യതയില്ല, ഒരു വഴിയില്ല എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ട് യാതൊരു ഡോറും അവിടെ കാണത്തില്ല. പക്ഷെ ദൈവത്തിന്റെ ജീവൻ നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ ഈ ജീവൻ നിങ്ങൾ പോകുന്ന സകലയിടത്തും അത് വ്യാപരിക്കും. എവിടെ? ഞാൻ ഉദാഹരണം പറഞ്ഞാൽ, യോസഫിനെ കൊണ്ട് കാരാഗ്രഹത്തിലിട്ടാലും പോത്തിഫറിന്റെ ഭവനത്തിലിട്ടാലും എവിടെ ഇരുന്നാലും യഹോവ യോസഫിന്റെ കൂടെ ഉണ്ട്. ചെയ്തതിനെല്ലാം ദൈവം പ്രോസ്പർ ആക്കി. ഇതിനെ ഞാൻ പുതിയ നിയമമായിട്ട് കണക്റ്റഡ് ആയിട്ട് പറഞ്ഞാൽ, യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുമ്പോൾ യേശുവിന്റെ കൃപ, യേശുവിൽ നിന്നുള്ള ജീവൻ നിങ്ങൾ തൊടുന്ന സകലത്തിലും വ്യാപിക്കും. പിശാചിന്റെ പ്രത്യേകത, പിശാച് അറക്കുവാനും മുടിപ്പാനും മോഷ്ടിപ്പാനും കൂടിയാണ് വരുന്നത്, നശിപ്പിക്കാൻ വേണ്ടിയാ പിശാച് വരുന്നത്. പക്ഷെ യേശു പറഞ്ഞ കാര്യം, ഞാൻ വരുന്നത് നിങ്ങൾക്ക് സമൃദ്ധിയായി ജീവൻ ഉണ്ടാകാൻ വേണ്ടിയാണ് വരുന്നത്. അങ്ങനെയാണ് യേശു പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു പരിശുദ്ധാത്മാവിന്റെ റെവലേഷൻ, പരിശുദ്ധാത്മാവിന്റെ ഒരു നദി നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ജീവൻ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. സകല മേഖലയിലും ജീവൻ വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. ദൈവനോട് പറഞ്ഞ കാര്യം, ഇന്ന് എന്നെ കാണുന്ന ചില വ്യക്തികളുടെ, നിങ്ങളുടെ എന്തെങ്കിലും കാര്യം ഇപ്പോഴും മുടങ്ങിക്കിടക്കുവാണെങ്കിൽ, ഇപ്പോഴും നിങ്ങൾക്ക് അതിന്റെ മേൽ മൂവ് ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ, ദൈവം പറയുവാണ്, നിങ്ങൾ ഈ റെവലേഷനെ വിശ്വസിച്ചാൽ ദൈവത്തിൽ നിന്നുമുള്ള ജീവൻ ആ മേഖലയിൽ റിലീസ് ആവാൻ വേണ്ടി പോകും. ദൈവത്തിൽ നിന്നും ഉള്ള ജീവൻ ആ മേഖലയിൽ റിലീസ് ആകും. എന്നെ കാണുന്ന വർഗീസ് CV, ആ ഒരു വിൻഡോയോട് ദൈവം പറയുക, ഈ പറയുന്ന ജീവൻ നിങ്ങളുടെ ഭവനത്തിൽ റിലീസ് ആവാൻ വേണ്ടി പോകും. നിങ്ങളുടെ ഭവനത്തിൽ ഈ ജീവൻ റിലീസ് ആകും. നിങ്ങൾ കർത്താവിനെ അറിയുന്നവരാണ്, പക്ഷെ നിങ്ങൾ പോകുന്ന പല മേഖലയിലും ഈ ഒരു ഫുൾനെസ്സിനെ നിങ്ങൾ കാണുന്നില്ല. പക്ഷെ ദൈവം പറയുവാണ്, നിങ്ങൾ വിശ്വസിച്ചാൽ ഈ പരിശുദ്ധാത്മാവിൽ നിന്നും വ്യാപരിക്കുന്ന ജീവൻ നിങ്ങളിലേക്ക് റിലീസാവും. ഈ സമയത്ത്, ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത്, ദൈവം സിസ്റ്ററിന്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എൻ്റെ ഉള്ളിൽ നിയോഗം തരും. ദൈവം പറഞ്ഞു, ഈ ദൈവിക ജീവൻ ഇപ്പോൾ ആ ഒരു ശരീരത്തിലേക്ക് വ്യാപരിക്കും. അപ്പോൾ തന്നെ നിങ്ങളുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരാളെ കാണിക്കുവാണ്. അവരെ ബെഡ് റിഡൻ ആക്കാൻ വേണ്ടി ദൈവം ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതായത് കട്ടിലെ കിടത്താൻ വേണ്ടി പിശാച് ശ്രമിക്കുവാണ്. പക്ഷെ ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇന്ന് നിങ്ങൾ ഈ റെവലേഷനെ ഏറ്റെടുക്കുമ്പോൾ, ആ വ്യക്തിയെ ദൈവം അവിടുന്ന് പുറത്തിറക്കാൻ വേണ്ടി പോകും. ഈ ഒരു റെവലേഷൻ കേൾക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. യേശുവിന്റെ നാമം. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമം. അൺമ്യൂട്ട് ചെയ്തേ. കേൾക്കുന്നുണ്ടോ? ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജീവനെ റിലീസ് ആക്കാൻ വേണ്ടി പോകും. ഇതിനെ വിശ്വസിക്കുന്നോ?
എനിക്കറിയത്തില്ല അങ്ങനെ ഒരു മേഖല നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ കുടുംബത്തിലും ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പിശാചിന്റെ ആ ഒരു തന്ത്രത്തെ ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്യുക. ഈ സമയത്ത് ജസ്റ്റ് വിശ്വസിക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ ഉണ്ടോ? അങ്ങനെ ഒരു കാര്യം ആ കുടുംബത്തിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും? ആർക്കായിരുന്നു? കേൾക്കുന്നില്ല. സൗണ്ട് കിട്ടുന്നില്ല. കേൾക്കുന്നുണ്ട്, അങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഒന്നുകൂടി പറഞ്ഞേ. ഞാൻ പറഞ്ഞ കാര്യം അങ്ങനെ എന്തെങ്കിലും കുടുംബത്തിലുണ്ടോ? ഉണ്ട്. ആരായിരുന്നത്? ഉണ്ട്. അതാരാ? അത് കൈവേനയായിട്ട്. ഓക്കെ. ശരി, ഞാൻ പ്രാർത്ഥിക്കും. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ജസ്റ്റ് ഒരു കാര്യമുണ്ട്. പറഞ്ഞു. അനിയത്തിയുടെ കൊച്ചു സുഖമില്ലാതെ ഹോസ്പിറ്റലാ, മെഡിക്കൽ കോളേജില്. തൊണ്ടിങ്ങനെ ഒരു നീരായിട്ട് ഒത്തിരി ടെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ റിസൾട്ട് തിങ്കളാഴ്ചയെ കിട്ടുള്ളൂ. ശരി, തിങ്കളാഴ്ച. ആ മോടെ പേരെന്നായിരുന്നു? അല്ല. ഓക്കെ. എത്ര വയസ്സുള്ള കുഞ്ഞാ? അവള് 13. ശരി, ഓക്കെ. ഞാൻ പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വസിക്കുക, ഇത് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങളിൽ കൂടെ ഈ ജീവൻ റിലീസാകും. അത് എന്റെ പ്രത്യേകതയല്ല, അത് നമ്മുടെ ആരുടെ യേശുവിന്റെ പ്രത്യേകതയാണ്. കാരണം നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി ഉണ്ട്. കർത്താവ്, ഞാൻ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. കർത്താവ്, ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ജീവനെ ഞാനിപ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി റിലീസ് ചെയ്യുന്നു. പല സമയമായിട്ട് പിശാച് കിടക്കയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ആ ഒരു കെട്ടിനെ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ബ്രേക്ക് ചെയ്യുന്നു. യേശു നാമത്തിൽ ഇപ്പോൾ ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ആ ദുരാത്മാവ് കർത്താവെ പിശാചിന്റെ നാമത്തിൽ വിട്ടുമാറുന്നു. ഞാൻ യേശുവിന്റെ നാമം കർത്താവെ ആ കെട്ടിനെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശുവിന്റെ നാമം കർത്താവെ, അപ്പോൾ ഞാൻ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കർത്താവെ, ഞാൻ ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ആ ഒരു ഇൻഫെക്ഷൻ, ആ ഒരു പ്രശ്നം ഇപ്പോൾ തന്നെ ആ ശരീരം വിട്ട് മാറട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമം. കർത്താവെ, ആ ഒരു സ്വെല്ലിങ്ങിനെ കർത്താവ് ഇപ്പോൾ ഞാൻ ക്യാൻസൽ ചെയ്യും. മരുന്ന് വെച്ചിട്ടും കർത്താവെ ടെസ്റ്റ് ചെയ്തിട്ടും മാറാത്ത ആ ഒരു കാര്യത്തെ ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യും. ആ കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് ഞാനൊരു ഭയത്തെ കാണുന്നു. ഒരു ഭയത്തിന്റെ ആത്മാവിനെ ഞാൻ കാണുന്നു. ഇതും ഒരു സ്പിരിച്വലി ഒരു കണക്ഷൻ ഉണ്ട്. അതിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത്. എന്നെ ദൈവം അങ്ങനെ കാണിക്കുക. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവെ, അവരുടെ ആ പ്രശ്നത്തെ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. ഇവര് വിശ്വാസികളാണ്? ഇവര് കർത്താവിനെ വിശ്വസിക്കുന്ന ആൾക്കാരാണോ? അതെ, സ്നാനപ്പെട്ടിട്ടില്ല. ഇല്ല. പക്ഷെ ഇത് ദൈവത്തെ അറിയാൻ വേണ്ടി ഒരു മുഖാന്തരമാണ്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം അവർക്കൊരു ഡെലിവറൻസ് ചെയ്യും. ദൈവത്തിനെ അനുസരിച്ച്, അതായത് ദൈവം പറയുന്നത് കൽപ്പന അവരോട് അനുസരിക്കാൻ വേണ്ടി പറയുക. കാരണം നമ്മള് കർത്താവിന്റെ കൂടെ നിന്നാലേ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് റെഡി ആവുന്നത്. കാര്യം കർത്താവിനെ വീട്ടിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അവിടെ ഇപ്പോൾ ഡെലിവറൻസ് ഓൾറെഡി സംഭവിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന് ആക്ച്വലി ഒരു ഡെലിവറൻസിന്റെ ആവശ്യമുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇതുപോലെ ഒരു മീറ്റിങ്ങിനകത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ കൊണ്ടുവരിക. ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഡെലിവറൻസ് ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവെ, ഇപ്പോൾ എന്നെ കാണുന്ന റോയ് ബ്രദറിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ കാണിക്കുന്ന കാര്യം, ഡിലേ ആയിട്ട് കിടക്കുന്ന കാര്യങ്ങളെ ദൈവം പൂർത്തീകരിക്കും. ഡിലേ ആയിട്ട് ഒരു വീട് പൂർത്തീകരിക്കാൻ വേണ്ടി വിഷമിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം എന്നോട് പറയുന്ന കാര്യം, കർത്താവിനെ ആശ്രയിച്ചാൽ ഒന്നിന് പകരം രണ്ട് വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ വീടുകൾ ഉണ്ടാകാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു കാര്യം ഞാൻ ഈ പറയുന്നത് ബുദ്ധിയുടെ മുകളിലാണ്. പക്ഷെ കർത്താവിനെ വിശ്വസിച്ചാൽ ഈ ഒരു കാര്യം പറയും. ഞാൻ രൂപനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു വീടും കൂടെ ദൈവം എന്നെ കാണിക്കും. അത് സംഭവിക്കും.
ദൈവമായിട്ട് കണക്ട് ചെയ്യുന്നില്ല. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ആ ഒരു പ്രവചന ശബ്ദത്തെ ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യുന്നു. അതുപോലെ സംഭവിക്കട്ടെ, അതുപോലെ സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. ആമേൻ. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്യം നമ്മൾ ഈ ഒരു പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ നമ്മുടെ ഏത് മേഖലയിലാണോ, എല്ലാ മേഖലയിലും നമ്മുടെ സ്ട്രഗിൾസ് മാറും. നമ്മുടെ ദാഹത്തിനെ ദൈവത്തിന് മാറ്റാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മേൽ ജീവൻ വ്യാപരിക്കും. എല്ലാ മേഖലയും, നിങ്ങൾ പോകുന്ന സകല മേഖലയിലും, അത് ഏത് ഡെഡ് സിറ്റുവേഷൻ ആണെങ്കിലും നിങ്ങൾ ചെന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന ജീവൻ ആ ഒരു സിറ്റുവേഷനിലോട്ട് വരും. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ഇരിക്കുന്ന യേശുവാണ്. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലോട്ട് ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ മേലുള്ള ജീവൻ ആ ഒരു സിറ്റുവേഷനിലോട്ട് വ്യാപരിക്കാൻ വേണ്ടി തുടങ്ങും. ഒരു വാക്യമുണ്ട്, കൂരിലും താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം, ആ ഒരു ഇരുട്ടിന്റെ മേഖലയിൽ പോലും നിങ്ങൾ ചെന്ന് നിന്നാൽ നിങ്ങളുടെ മേലുള്ള വെളിച്ചം നിമിത്തം ആ ഒരു സാഹചര്യം അവിടെ മാറിപ്പോകും. പല ആൾക്കാരും നെഗറ്റീവ്സ് പറയാറുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, പല ആൾക്കാരും പ്രസംഗിക്കുന്ന സമയത്ത് അവരൊത്തിരി നെഗറ്റീവ്സ് പറയും. പക്ഷെ ഞാൻ കണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തിനകത്ത് ഞാൻ കണ്ട കാര്യം, ഒരു ശക്തനായ ദൈവത്തെയാണ്. എന്റെ ദൈവം പരാജയപ്പെടുന്ന ഒരു സിറ്റുവേഷൻ പോലും ഞാൻ കണ്ടിട്ടില്ല. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, എന്ത് മനുഷ്യരാൽ പരിഹരിക്കാൻ മേലാത്ത എന്ത് പ്രശ്നമായിക്കോട്ടെ, അവിടെ ദൈവത്തിന്റെ ശക്തി ഇറങ്ങി ഡെലിവറൻസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം പറയുന്ന കാര്യം, എന്ത് ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആയിക്കോട്ടെ, നിങ്ങളുടെ മേലുള്ള ജീവൻ അവിടെ ശക്തിയായിട്ട് വ്യാപിക്കും. നിങ്ങളുടെ മേലുള്ള ജീവൻ നിങ്ങളിൽ നിന്നും ഓവർഫ്ലോ ചെയ്ത് ആ ഒരു സിറ്റുവേഷനെ കീഴടക്കും. വിശ്വസിച്ചാലും ഇല്ലേലും ഇതാണ് റിയാലിറ്റി. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം, ആരുടെയോ ഒന്നും ഓക്കെ ഒന്ന് മ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഞാൻ ഒരു അടുത്ത വാക്യത്തിലൂടെ ഞാൻ പോവാണ്. യോഹന്നാൻ 7:37 അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവൻ എല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. ഈ നോക്കിയാണ്, ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞ പോയിന്റുമായിട്ട് ഞാൻ കണക്ട് ചെയ്യുവാണ്. യേശുവിനോട് ചോദിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടത്തുള്ളൂ. നിങ്ങൾ ചോദിക്കേണ്ടത് വ്യക്തികളോടുള്ള യേശുവിനോടാണ്. ഇവിടെ യേശു പറഞ്ഞ കാര്യം, ഉത്സവത്തിന്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട്, ദാഹിക്കുന്നവനെല്ലാം എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. നിങ്ങൾക്കിത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത് പ്രാപിക്കാൻ ഒരു ദാഹം വേണം. ദാഹമില്ലാത്ത വ്യക്തിക്ക് കിട്ടത്തില്ല. ഇപ്പൊ ഞാൻ പ്രോഫസി പറയുന്ന സമയത്ത് തന്നെ ചില ആൾക്കാർ അതിനെ അങ്ങ് പിടിച്ചെടുക്കും. നോക്കണം, കാര്യം അവരുടെ സ്പിരിച്വൽ ലെവൽ അങ്ങനെയാണ്, അവരതിനെ റിസീവ് ചെയ്യാൻ പറ്റും. ചില ആൾക്കാരുടെ തലയുടെ മുകളിൽ കൂടി, ഈ രണ്ടാൾക്കാരെ എനിക്ക് അറിയാൻ പറ്റും. മറ്റവർക്ക് കിട്ടത്തില്ല, കാര്യം അവരുടെ തലയുടെ മുകളിൽ കൂടി അത് പോയി കഴിഞ്ഞു. പക്ഷെ മറ്റേ ആൾക്കാർ അവരുടെ സ്പിരിറ്റിൽ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഉള്ളിൽ ദാഹമുണ്ടെങ്കിൽ യേശുവിന്റെ അടുക്കൽ ചെല്ലുക. ദാഹമുണ്ടെങ്കിൽ ചെന്നാൽ നിങ്ങളുടെ ദാഹം ശമിക്കും. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ ഇത് മിനിസ്ട്രി ചെയ്യുന്ന വ്യക്തിയാണ്, നിങ്ങൾ അനോയിന്റിങ്ങിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു ദാഹം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ യേശു നിങ്ങളോട് പറയുവാണ്, എന്റെ അടുക്കലോട്ട് വരിക. എന്റെ അടുക്കലോട്ട് വന്നാൽ നിങ്ങളുടെ ദാഹം മാറും. ദാഹിക്കുന്നവൻ എന്റെ അടുക്കൽ വന്നിട്ട് കുടിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ദാഹം മാറും. ഇവിടെ അതിന്റെ ഇംഗ്ലീഷ് തന്നെ ഇരിക്കുന്നത്, ഇൻ ദ ലാസ്റ്റ് ഡേ the great day of the feast, Jesus stood and cried, saying, if any man thirst, let him come unto me and drink. ഇവിടെ പറഞ്ഞ കാര്യം ലാസ്റ്റ് ഡേ. ഞാൻ പറഞ്ഞ നമ്മളിപ്പോൾ, ഞാൻ അതുമായിട്ട് കണക്ട് സ്പിരിച്വൽ ഒരു ട്രൂത്ത് പറയാൻ വേണ്ടി പോവാണ്. നമ്മൾ നിൽക്കുന്നത് ഒരു അന്ത്യകാലത്താണ്. ഇപ്പോഴും ദൈവത്തിന്റെ കൃപ നിങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ആണ്. ഇപ്പോഴും ഈ അഭിഷേകം, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. എന്നാൽ അവൈലബിൾ അല്ലാത്ത ഒരു സമയം വരും, അന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും കിട്ടത്തില്ല. ഞാൻ പറഞ്ഞ കാര്യം അതൊരു ഭയങ്കര കാര്യമാണ്. ഇന്ന് നമുക്ക് ആക്സസബിൾ ആണ്. നമ്മൾ ഒന്ന് ആഗ്രഹിച്ചാൽ നമ്മളെ നിറയ്ക്കുവാൻ യേശുവിന് പറ്റും. എന്നാൽ
ഇതിന്റെ ഒരു സമയം കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ നിങ്ങളോട് പറഞ്ഞ കാര്യം, ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. ഇപ്പോൾ നിങ്ങളുടെ സമയമാണ്. ഈ സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഈ സമയത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കാര്യം, ഇതുവരെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കകത്ത് ഇതുവരെ പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശനം കിട്ടിയിട്ടില്ലാത്ത ആൾക്കാർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് എല്ലാരെയും കുറിച്ചല്ല, ചില വ്യക്തികളെ കുറിച്ച് മാത്രം പറയാം. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു പരിശുദ്ധാത്മാവിന്റെ സ്പർശനം ഇതുവരെ കിട്ടിയിട്ടില്ല, അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? ഒന്ന് കൈവക്കുക. കാര്യം ഞാൻ ഇപ്പോൾ അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞ കാര്യം, ഇതൊരു നമ്മുടെ ഒരു ബോഡിയിലെ ഫീലിംഗ് ഒന്നും അല്ല, ഇത് റിയാലിറ്റിയാണ്. അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഞാൻ ദൈവം നിങ്ങളോട് പറയുവാണ്, ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ മേൽ ഈ വചനത്തിൽ പറയുന്ന പോലെ നിങ്ങളുടെ ദാഹത്തെ യേശു കാണും. നിങ്ങളുടെ ദാഹത്തെ യേശു കാണും. ആ ദാഹത്തെ ദൈവം ശമിപ്പിക്കാൻ വേണ്ടി പോകും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ ജീവജല നദി പുറത്തു വരും. ഈ ജീവജല നദി പുറത്തു വരാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റിലീസ് ആവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. നിങ്ങൾക്കറിയാവോ, യേശുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് കഴിഞ്ഞിട്ടും പരിശുദ്ധാത്മാവ് കിട്ടാത്തവരെ കുറിച്ച് വചനത്തിനകത്ത് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തികൾക്കകത്ത് ഒത്തിരി ആൾക്കാർ കർത്താവിനെ വിശ്വസിച്ചു, രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. പക്ഷെ എന്നിട്ടും അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. അപ്പോസ്തലന്മാര് ചെന്ന് അവരുടെ മേൽ കൈവച്ചപ്പോൾ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് റിലീസായി. ഇത് ദൈവത്തിന്റെ വചനത്തിനകത്ത് കിടക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് യാതൊരുവിധ ലിമിറ്റേഷനും ഇല്ല. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും എനിക്ക് സ്പിരിച്വലി ദൈവം തന്ന അധികാരത്തെ നിങ്ങളുടെ മേൽ കൈവെക്കാൻ വേണ്ടി പറ്റും. അത് ഞാൻ വെക്കുകയല്ല, അത് ദൈവം യേശു തന്നെ വെക്കുക. ഞാനെന്ന വ്യക്തിക്ക് അവിടെ യാതൊരു പ്രാധാന്യമില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ മേൽ സംഭവിക്കും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മേൽ അന്യഭാഷ വെളിപ്പെടും. അന്യഭാഷ എന്ന് പറയുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ വേണ്ടി തുടങ്ങും. ഈ സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് ആർക്കൊക്കെയാണോ അത് കിട്ടാത്ത അവര് മാത്രം നിങ്ങളുടെ എന്താ പറയുന്നത്, അതിന്റെ അൺമ്യൂട്ട് ചെയ്യുക, ആ ശബ്ദം അൺമ്യൂട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആ സമയത്ത് ദൈവം നിങ്ങളുടെ വായിൽ ലാംഗ്വേജിനെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാം. കാര്യം നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു എന്നതിന്റെ തെളിവായി ലാംഗ്വേജിനെ ദൈവം തരും. ആ സമയത്ത് ദൈവം തരുന്ന ലാംഗ്വേജിനെ പറയുക. ഇത് ഞാൻ പല സമയത്ത് ആൾക്കാരുടെ മേലെ ഞാൻ മാനിഫെസ്റ്റ് ആയിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് ഒരു ചടങ്ങ് പറയുമല്ലോ, ഇത് റിയാലിറ്റിയാണ്. നിങ്ങൾ റെഡിയാണോ? അങ്ങനെയാണ് ഞാൻ എന്റെ പ്രസംഗം, എന്റെ മെസ്സേജ് തീർന്നിട്ടില്ല. പക്ഷെ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് അങ്ങനെ പറയൂ. അതുകൊണ്ട് ഞാൻ ആ ഒരു ദൈവത്തിൽ നിന്നുള്ള നിർദ്ദേശത്തെ ഞാൻ അനുസരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വീണ്ടും പറയുവാണ്, നിങ്ങൾ അതിനുവേണ്ടിയുള്ള ആൾക്കാർ നിങ്ങളുടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കണ്ണടയ്ക്കുക, ദൈവത്തിൽ നിന്ന് കേൾക്കുക, പറയുക. ഓക്കെ, റെഡിയല്ല? ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ, കർത്താവേ, ഇവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനപ്രകാരം ദാഹിക്കുന്നവനല്ല എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്ന യേശുവിന്റെ വചനപ്രകാരം വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജനത്തിന്റെ നദികൾ ഒഴുകും എന്ന വെളിപ്പാട് പ്രകാരം ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ഒരു നദി ഇവരുടെ മേൽ വെളിപ്പെടണം. യേശുവിന്റെ നാമം. റിബോന ശിഖിരിയോ സഹന്തന in the name of Jesus Christ, in the name of Jesus. യേശുവിന്റെ നാമം കർത്താവേ, അവരുടെ മേൽ ഞാൻ കൈ വെക്കും. ഇപ്പോൾ തന്നെ അവർക്ക് വേണ്ടി അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ നദി ഓപ്പൺ ആയി കൃപയ്ക്കായിട്ട് കർത്താവേ, ഇവർക്ക് വേണ്ടി ഓപ്പൺ ആയി കൃപയ്ക്കായിട്ട് കർത്താവേ, അവർക്ക് ഒരു സൈൻ എന്ന രീതി അവരുടെ മേൽ ദൈവത്തിന്റെ അന്യഭാഷ വെളിപ്പെട്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശു ദൈവം പറയുവാണ്, അത് പറയുക. നിങ്ങളുടെ നാവ് തുറന്നത് പറയുക. തിരുലാൽ ബ്രദറെ, അത് ഓപ്പൺ ആവുക. അന്യഭാഷ ഓപ്പൺ ആവുക. പറയുക. കിട്ടാത്ത ആൾക്കാർ പറയുക.
യേശുവിന്റെ കർത്താവേ ഒരു ഇരട്ടി അഭിഷേകത്തെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ സംഭവിക്കട്ടെ. ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഓഡിയോ അൺമ്യൂട്ട് ചെയ്യുക, പറയുക നിങ്ങളുടെ സമയം നിങ്ങളുടെ വേസ്റ്റ് ആക്കരുത്. ജോർജ്, ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആയിക്കൊണ്ടിരിക്കുക. അതിനെ ഏറ്റെടുക്കുക. നിങ്ങളുടെ മേലത് ദൈവത്തിന്റെ ശക്തി അടിച്ചുകൊണ്ടിരിക്കുക. കർത്താവെ ശക്തി റിലീസ്. കർത്താവെ നാവിൽ അങ്ങയുടെ ഭാഷ വെളിപ്പെടട്ടെ. മിനി ഷാജി ഇപ്പോൾ ഭാഷ റിലീസാകട്ടെ. കർത്താവെ ഡാലിയ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഭാഷയെ റിലീസ് ചെയ്യും. യേശുവിന്റെ നാമം. കർത്താവ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ അങ്ങയുടെ വിടുതൽ ഇത് ഞാൻ വെറുതെ പറയില്ല. ദൈവത്തിന്റെ ശക്തി മൂവ് ചെയ്യുന്ന എനിക്കറിയാം. കർത്താവ് ഒന്നിലധികം പേരുടെ മേൽ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ ഭാഷ റിലീസായ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ സ്റ്റെപ്പിലേക്ക് അവർ എൻ്റർ ആയ കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. യേശുവിന്റെ നന്ദി പറയുന്നു. ദൈവം നിങ്ങളുടെ മേൽ അത് തന്നു കഴിഞ്ഞു. നിങ്ങളുടെ മേൽ സിൽനൽ ബ്രദറെ, നിങ്ങളുടെ മേൽ ഒരു ശുശ്രൂഷകൻ കിടപ്പുണ്ട്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ നിങ്ങളുടെ മേൽ ഒരു ദൈവത്തിന്റെ ഒരു വിളി, ദൈവത്തിന്റെ ഒരു വേല കിടപ്പുണ്ട്. അതിന്റെ ഫസ്റ്റ് സ്റ്റേജ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഇന്ന് ഇവിടെ സ്റ്റാർട്ട് ചെയ്തതിനെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യരുത്. അതിനെ കാര്യം ഇതിനു മുമ്പ് അന്യഭാഷ സംസാരിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല, ഫസ്റ്റ് ടൈം അല്ലേ? ഓക്കെ. കാര്യം ദൈവത്തിന്റെ ശക്തി യഥാർത്ഥത്തിൽ റിലീസായി. ഇന്ന് പറഞ്ഞതിന് മീനിങ് ഉണ്ട്. ഇത് ചുമ്മാ ഒരു എന്തോ പറഞ്ഞതല്ല, ഗിബരിഷ് പറഞ്ഞതല്ല. ഇത് റിയലി ഇതിന് മീനിങ് ഉണ്ട്. അവര് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തികളെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ അവർ വർണ്ണിച്ചത്. ഇതിന് മീനിങ് ഉണ്ട്. കാര്യം ഈ സമയത്ത് ആ ടോപ്പിക്കിനെ കുറിച്ച് എടുക്കാൻ എനിക്ക് സമയമില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കിനും മീനിങ് ഉണ്ട്. ഇത് റിയാലിറ്റിയാണ്. അധികം താമസിയാതെ നിങ്ങളുടെ പേര് അഭിഷക്തന്മാരുടെ ഇടയിൽ എഴുതാൻ വേണ്ടി പോകും. അധികം താമസിയാതെ യേശുവിന്റെ നാമത്തിൽ ഛത്തീസ്ഗഡുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം ഒരു ഓപ്പണിംഗ് തുറന്നു. ദൈവം എന്നെ കാണിക്കുവാണ്. അങ്ങനെ ഒരു മിനിസ്ട്രി ദൈവം അവിടുന്ന് കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പോകും. ചില ദൈവദാസന്മാരെ ആദ്യം കൈത്താങ്ങാൻ വേണ്ടി നിൽക്കും. അതിനുശേഷം ദൈവത്തിന്റെ നാവായിട്ട് ഉപയോഗിക്കും. അധികം താമസം. കർത്താവേ, ഇന്ന് വേറെ കുറച്ച് ആൾക്കാർ എൻ്റെ കൂടെ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അവരുടെ വീഡിയോ ഓണാക്കാത്തതുകൊണ്ട് എനിക്ക് അവരെ അറിയത്തില്ല. പക്ഷെ പ്രാർത്ഥിച്ച സകല വ്യക്തികളോടും പറയുവാണ്, അന്യഭാഷ ഈ സമയത്ത് പ്രാർത്ഥിച്ച വ്യക്തികളോട് പറയുവാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ ശബ്ദം ഞാൻ കേട്ടായിരുന്നു. അവരോട് പറയാം, നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്യുക. സാലിയ ജോർജ് പ്രാർത്ഥിച്ചത് എനിക്ക് തോന്നുന്നു. യെസ്, അത് കണ്ടിന്യൂ ചെയ്യുക. ദൈവത്തിന്റെ ശക്തി നിങ്ങളുടെ മേൽ റിലീസ്. ജസ്റ്റ് വിശ്വസിക്കുക. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഈ വചനം, ദൈവത്തിൽ നിന്ന് ഞാൻ കേട്ട ഈ വചനത്തിന്റെ പ്രൂഫാണ് ഞാൻ ഈ കാണിച്ചത്. ഇത് വെറുതെ പറയുമല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഇമാജിനേഷൻ പറയുമല്ല, ഇതൊരു റിയാലിറ്റിയാണ്. യേശു പറഞ്ഞ കാര്യം, നിങ്ങൾ ദാഹിക്കുന്നവൻ എന്റെ അടുത്ത് വന്നാൽ നിങ്ങളുടെ ദാഹം മാറും. നിങ്ങളുടെ ഉള്ളിൽ നിന്നും എന്ത് വരും? ജീവജലത്തിന്റെ നദി ഇറങ്ങി പുറത്തു വരും. അത് നിസ്സാരമായ കാര്യമല്ല. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കൽ നിന്ന് പോകത്തില്ല. ഇവിടെ എഴുതിക്കുന്ന വാക്യം അതിന്റെ യോഹന്നാൻ 7:38 അത് പറയുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകും. അതിന്റെ ഇംഗ്ലീഷ് പറഞ്ഞ ഔട്ട് ഓഫ് ഹിസ് ബെല്ലി ഷാൾ ഫ്ലോ റിവേഴ്സ് ഓഫ് ലിവിംഗ് വാട്ടർ. ഇത് ഒരിക്കലും നിന്ന് പോകത്തില്ല. സോഴ്സ് കർത്താവിന്റെ ഉള്ളിൽ നിന്നും. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പറയാം. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ വരുന്ന നദി ഇതിങ്ങനെ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുകയും, ഞാൻ ഉദാഹരണം പറഞ്ഞാല് ഇതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ നിങ്ങൾ കർത്താവിൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ഈ ജീവജല നദി നിങ്ങളിൽ നിന്ന് ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കും.
ഇത് ഓവർഫ്ലോ ആവുന്ന സമയത്ത് നിങ്ങൾ ഒരു വ്യക്തിയുടെ അടുത്ത് നിൽക്കുവാണെങ്കിൽ ആ വ്യക്തി ഒരു പക്ഷേ കർത്താവിനെ അറിയാത്ത വ്യക്തിയായിരിക്കാം. എന്നാൽ പോലും നിങ്ങളുടെ ഉള്ളിലെ പരിശുദ്ധാത്മാവിന് ആ വ്യക്തിയെ ടച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ആ വ്യക്തിയെ ടച്ച് ചെയ്യാൻ വേണ്ടി. ഞാനത് ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ പറയുന്നതിന് എല്ലാത്തിനും തെളിവുണ്ട്. ഞാൻ ആക്ച്വലി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു IELTS പഠിക്കാൻ, ഞാൻ ഇവിടെ പറഞ്ഞു നിൽക്കരുത്, IELTS പഠിക്കാൻ വേണ്ടി ഞാൻ കോട്ടയത്ത് ഒരു സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇതുപോലെ ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒരു റെവലേഷൻ കിട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഇപ്പൊ എന്റെ അടുത്ത് ഒരു സ്റ്റുഡന്റ് എന്നിട്ട് പറഞ്ഞു അവന്റെ കൈ എന്തോ ഉളുക്കിപ്പോയി, കൈക്ക് ഭയങ്കര വേദന. അപ്പൊ എന്റെ ഉള്ളിലെ ദൈവാത്മാവ് പറഞ്ഞു അവന് വേണ്ടി ജസ്റ്റ് നിന്റെ കൈ നീട്ടുക, അവൻ സൗഖ്യമാവും. അപ്പൊ നമുക്കറിയാമല്ലോ ഇവരെയൊക്കെ നമ്മൾ ഈ പെന്തക്കോസ്തുകാര് ചെയ്യുന്ന പോലെ തൊട്ടൊക്കെ പ്രാർത്ഥിക്കാൻ പോവുകയാണെങ്കിൽ അവരെ നമ്മളെ കുറിച്ച് എന്നാ വിചാരിക്കും. അപ്പൊ ഞാൻ അവനോട് പറഞ്ഞു നിന്റെ കൈ ഒന്ന് കാണിക്കാൻ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഇങ്ങനെ തൊട്ടിട്ട് പറഞ്ഞു ഇപ്പൊ വേദന ഉണ്ടോ നോക്കാൻ വേണ്ടി പോകും. അവൻ ഇങ്ങനെ അത്ഭുതപ്പെട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും മർമ്മത്തിന്റെ എന്തെങ്കിലും ടെക്നിക്ക് അറിയാം, എന്റെ കൈയുടെ വേദന. റീസൺ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിന് മറ്റുള്ളവർക്ക് വേണ്ടി ഫ്ലോ ചെയ്യാൻ വേണ്ടി പറ്റും. അത് രോഗമാണെങ്കിൽ രോഗം മാറും, വിടുതലാണെങ്കിൽ വിടുതൽ വരും. ഇത് വളരെ സിമ്പിൾ ആണ്. യേശു നിങ്ങളുടെ ഉള്ളിൽ വസിച്ചിട്ട് യേശുവിന്റെ പ്രവൃത്തി ചെയ്യും. നിങ്ങളുടെ ഉള്ളിലെ ജീവജലത്തിന്റെ നദി നിങ്ങളിൽ നിറയും. അത് കഴിഞ്ഞ് നിങ്ങളിൽ നിന്ന് ഓവർഫ്ലോ ആയി മറ്റുള്ളവർക്ക് അത് പ്രയോജനപ്പെടും. ഞാൻ ഈ പറയുന്ന എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇതൊരു ജസ്റ്റ് ഒരു പ്രസംഗമായിട്ട് നിങ്ങൾ കണക്കാക്കി. കാര്യം ഞാനൊരു പ്രസംഗികനാണ്, ഞാനിത് റിയാലിറ്റി പറയുക. ഈ പറയുന്ന കാര്യം ഞാൻ പറഞ്ഞ ഇത് ഇന്ന് തൊട്ട് നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾ അപ്ലൈ ചെയ്യണം. ഈ ഒരു കാര്യത്തിൽ അത് സംഭവിക്കാൻ വേണ്ടി പോകും. ഞാൻ ആ വാക്യം ഒന്നുകൂടെ വായിക്കുവാണെങ്കിൽ അവിടെ യേശു പറഞ്ഞ കാര്യം ഇവിടെ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദി ഒഴുകുമെന്ന് പറഞ്ഞു. യേശു പറഞ്ഞ കാര്യം എന്താ പറയുക? യേശു പഴയ നിയമത്തിലെ ഒരു കാര്യം കോട്ട് ചെയ്തുകൊണ്ട് അവിടെ പറയുന്നു. തിരുവെഴുത്തിൽ ജീവജലത്തിന്റെ നദിയെ കുറിച്ച് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അതല്ലേ അങ്ങനെ യേശു പറഞ്ഞു നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഒരു നദി ഒഴുകും. ആ നദിയുടെ സ്പെഷ്യാലിറ്റി അത് തിരുവെഴുത്തിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവെഴുത്തിൽ എവിടെയാണ് ജീവജലത്തിന്റെ നദികളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? നമുക്ക് അങ്ങോട്ട് അതിലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യാൻ വേണ്ടി ദൈവം പറഞ്ഞൊരു കാര്യം. ഇതിന് ഒന്നിലധികം റെഫറൻസുകളുണ്ട്. പക്ഷെ ദൈവം എന്റെ ഉള്ളിൽ തന്ന ഒരു റെഫറൻസിനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഒരു വാക്യം വായിക്കാം. ഈ വാക്യത്തെ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഈ വാക്യത്തെ നോട്ട് ചെയ്ത് വെക്കുക, നിങ്ങളുടെ ബൈബിളിനകത്ത് അടയാളപ്പെടുത്തി വെക്കുക. കാരണം ഇത് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോകരുത്. കാര്യം വചനമാണ് നിങ്ങളെ വിടുവിക്കുന്നത്. യെഹെസ്കേൽ 47-ാം അധ്യായം 1-ാം വാക്യം പിന്നെ 9-ാം വാക്യം ജസ്റ്റ് ഒന്ന് വായിക്കാം. യെഹെസ്കേൽ 47-1-9 അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കിൽ മടക്കിക്കൊണ്ട് വന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ല. ആ വെള്ളം ആലയത്തിന്റെ വലത്തു ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി. ഇവിടെ യെഹെസ്കേലിനെ ദൈവം ഒരു ദർശനം കാണിക്കുക, യെരുശലേം ദേവാലയത്തിന്റെ ഒരു ദർശനം കാണിച്ചിട്ട് അവിടുന്ന് ഒരു നദി ഒഴുകി വരുന്നത് യെഹെസ്കേലിനെ കാണിച്ചു കൊടുക്കുക. അതിന്റെ സ്പെഷ്യാലിറ്റി ആ നദി വരുന്ന എവിടുന്ന? ആ വെള്ളം ആലയത്തിന്റെ വലത്ത് ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന്റെ, നോക്കിക്കോണം, അവിടെ ഒരു യാഗപീഠമുണ്ട്. യാഗപീഠത്തിന്റെ തെക്ക് വശമായിട്ട് ഒഴുകി. ഞാൻ നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, കഴിയുമെങ്കിൽ ഈ യെഹെസ്കേലിന്റെ 47-ാം അധ്യായം നിങ്ങൾ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് നിങ്ങൾ കംപ്ലീറ്റ് വായിച്ചു നോക്കും. എന്താണ് അവിടെ പറയുന്നത് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിന്റെ പ്രധാനപ്പെട്ട മാത്രം വായിക്കുവാണ്. ഇനി 9-ാമത്തെ വാക്യത്തിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുവാണ്, എന്നാൽ ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. നോക്കിക്കോണേ, ഈ നദി ചെല്ലുന്ന സ്ഥലത്ത് ചലിക്കുന്ന പ്രാണികൾ ജീവിക്കും. ഓൾറെഡി ചലിക്കുന്ന ആള് പിന്നെന്തിനാ ജീവിക്കുന്നത്? ഓൾറെഡി ചലനം ഉണ്ടെങ്കിൽ ജീവൻ ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. പക്ഷെ ഈ നദിയുടെ സ്പെഷ്യാലിറ്റി ചലിക്കുന്നതെല്ലാം ജീവിക്കും. പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം, നിങ്ങൾ പറയുന്നത് നിങ്ങൾ സ്പിരിച്വലാണെന്ന്, നിങ്ങൾ പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്, നിങ്ങൾക്ക് മൂവ്മെന്റുകളൊക്കെ ഉണ്ട്, പക്ഷെ റിയലി നിങ്ങളുടെ ഉള്ളിൽ ജീവനല്ല. എന്നാൽ ഈ ജീവജല നദി ചെന്നാൽ നിങ്ങളുടെ ഉള്ളിൽ റിയലി ജീവൻ വരാൻ വേണ്ടി തുടങ്ങും. റിയലി ജീവൻ വരാൻ വേണ്ടി തുടങ്ങി. ഈ നിർജീവമായി കിടക്കുന്നത് ചലനമുണ്ടെന്ന് നിങ്ങൾ കരുതുന്നുണ്ട്, പക്ഷെ യഥാർത്ഥത്തിൽ ജീവനില്ല. അതിൽ ജീവൻ വരാൻ വേണ്ടി പോവുക. ഇതുവരെ സ്റ്റക്കായിട്ട് കിടക്കുന്നത്, ഇതുവരെ മരണപ്പെട്ടു എന്ന് കരുതുന്ന
പ്രസ്ഥാനങ്ങളെ ദൈവം പൊക്കിയെടുക്കാൻ വേണ്ടി പോകും. മിനി അൽഫോൻസയോട് ദൈവം പറയുവാണ്, നിങ്ങളുടെ മൂവ്മെന്റ്, നിങ്ങളുടെ പ്രസ്ഥാനം, നിങ്ങളുടെ ബിസിനസ് മരിച്ച പോലെ കിടക്കുവാണ്, മൂവ്മെന്റ് ഇല്ലാതെ കിടക്കുവാണ്. പക്ഷെ ദൈവം ഇന്ന് ഈ വചനത്തിൽ കൂടെ എന്നോട് പറയുവാണ്, അതിന് മൂവ്മെന്റ് വരാൻ വേണ്ടി പോവാം, അത് വീണ്ടും ചലിക്കാൻ വേണ്ടി പോവും, ചലിക്കാൻ വേണ്ടി പോവും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. കർത്താവെ, ഇപ്പോൾ ഞാൻ ആ ഡെലിവറൻസിനെ റിലീസ് ചെയ്യും. ആ ഡെലിവറൻസിനെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യും. ഞാൻ നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് ദൈവം വീണ്ടും ഒരു സർട്ടിഫിക്കറ്റിനെ റിലീസ് ചെയ്യുന്ന കാണിക്കുക. അതെനിക്ക് അറിയത്തില്ല, എന്തോ ഒരു അപ്രൂവൽ നിങ്ങളുടെ കമ്പനിയുമായിട്ട് ദൈവം റിലീസ് ചെയ്യാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അതിനെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ, ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഞാനിത് പറയുന്ന സമയത്ത് ദൈവം ആ ഒരു കാര്യത്തിൽ ഒരു ചലനം വരുന്ന എന്നെ കാണിക്കുക. ജസ്റ്റ് വിശ്വസിക്കുക, ജസ്റ്റ് വിശ്വസിക്കുക. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. അപ്പോൾ തന്നെ ഐശ്വര്യ റോയിയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ മരിച്ചു കിടക്കുന്ന കാര്യം ജീവിക്കാൻ വേണ്ടി പോകും, മരിച്ചു കിടക്കുന്ന കാര്യം ജീവിക്കാൻ വേണ്ടി പോകും. ഒരു കാര്യം ഇപ്പോൾ സ്റ്റക്കായിട്ട് കിടക്കും. ഞാൻ അതിന്റെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നില്ല. പക്ഷെ ഇന്ന് ഈ വചനത്തിന്റെ പ്രകാരം ഞാൻ ആ കേസുകളെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ഇപ്പോൾ എന്റെ മേൽ ദൈവം തന്ന അധികാരത്തെ ആ കേസുകളെ യേശുവിന്റെ നാമത്തിൽ ഞാനിപ്പോൾ ക്യാൻസൽ ചെയ്യും. ഇന്നുകൊണ്ട് അത് ക്യാൻസൽ ആകും. എനിക്ക് തന്ന റെവലേഷനെ ഞാൻ റിലീസ് ചെയ്യുവാണ്. നിങ്ങൾക്കെതിരായിട്ട് നിൽക്കുന്ന വ്യക്തികള്, 2 വ്യക്തികളെ ദൈവം എന്നെ കാണിക്കുവാണ്. ആ 2 വ്യക്തികളെ ദൈവം രമ്യതയിലാക്കാൻ വേണ്ടി പോകും. 2 വ്യക്തികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് നിൽക്കുക. നിങ്ങളുടെ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട്, നിങ്ങളുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് 2 അറബിക് പേഴ്സൺസ് അവരെ എന്നെ കാണിക്കുവാണ്. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് നിൽക്കുവാണ്. അവരുടെ ഭിന്നതയെ ദൈവം മാറ്റിയിട്ട് ഈ കേസിനെ ദൈവം ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോകും. ഇത് സംഭവിക്കാൻ വേണ്ടി പോവാം. ജസ്റ്റ് വിശ്വസിക്കുക. അത് ആ ഫാമിലിക്ക് വേണ്ടി ഇപ്പൊ വിശ്വസിച്ച് ഏറ്റെടുക്കുക. നിങ്ങൾ ഇത് കാണാൻ വേണ്ടി ഈ ടൈം നോക്കി വെച്ചോ. ഇന്ന് ദൈവം പറയുന്ന എനിക്ക് ആ 2 അറബിക് ആൾക്കാരെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാം. യേശുവിന്റെ നാമം, യേശുവിന്റെ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കേസിനകത്ത് 2 അറബിക് ആൾക്കാരാണ്. എനിക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല. രണ്ട് ബ്രദേഴ്സ് ആണ്. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കുക. 2 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി നിൽക്കുക അല്ലെ? ഓക്കെ. ആ ഒരു ഭാഗത്ത് ദൈവം ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകും. ജസ്റ്റ് വിശ്വസിക്കുക, ജസ്റ്റ് വിശ്വസിക്കുക. ആ ഒരു കേസ് ദൈവം ഇന്ന് ക്യാൻസൽ ചെയ്യുക. കാര്യം ദൈവം പറഞ്ഞ കാര്യം അറിയാം, ദൈവത്തിന്റെ വചനത്തിനകത്ത് ശക്തിയുണ്ട്. ഈ പറയുന്ന വ്യക്തിക്ക് പറയുന്ന റെവലേഷനകത്ത് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ദൈവം ഓപ്പൺ ആക്കും, ദൈവം ക്ലോസ് ആക്കും. പക്ഷെ ദൈവം പറഞ്ഞൊരു കാര്യം, നിങ്ങളുടെ കുടുംബം സകല വ്യക്തികളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അതിലേക്ക് ചേരണം. നിങ്ങൾ ഏത് സഭയാണ്, ഒന്നും ഒരു കാര്യമല്ല. ദൈവം പറയുന്ന കൽപ്പന അനുസരിക്കാൻ ഇന്ന് തീരുമാനം എടുക്കുക. കാരണം അതുവഴി ഇതിലോട്ട് പുറത്തു വരാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഇന്ന് തീരുമാനം എടുക്കുക. എനിക്കറിയത്തില്ല മദർ ഇതിനകത്തുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ വിശ്വസിക്കുക. ദൈവം പറഞ്ഞ കാര്യം പപ്പയോടും അമ്മയോടും പറയുക. കർത്താവിന്റെ നാമത്തിൽ നിൽക്കുവാൻ വേണ്ടിയുള്ള തീരുമാനം എടുക്കുക. ബാക്കി ഒന്നിനെ കുറിച്ച് ചിന്തിക്കേണ്ട. ദൈവം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി കർത്താവ് യേശുവിന്റെ നാമത്തിൽ ഞാൻ അവരുടെ ഫാമിലിയെ അനുഗ്രഹിച്ചു. ആ ഒരു കെട്ടിനെ ഇന്ന് അങ്ങ് അഴിച്ച കൃപയ്ക്കായിട്ട് കർത്താവ് ഇവരുടെ ഫാമിലി ഒന്നടങ്ങ് യേശുവിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമം അതിനെ ഞാനിപ്പോൾ റിലീസ്, ആ വിടുതൽ റിലീസ് യേശുവിന്റെ നാമം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഉടനെ തന്നെ ഈ ഒരു വിഷയങ്ങൾ കലങ്ങി മറിഞ്ഞ് മാറുമ്പോൾ തന്നെ ദൈവം ഒരു വിവാഹ ജീവിതം കൂടെ തരാൻ വേണ്ടി പോകും. അതിന്റെ കാര്യവും ദൈവം ഓപ്പൺ ആക്കും. അവിടെയും ദൈവം ഒരു പ്രവൃത്തി ചെയ്യാൻ പറ്റും. അടഞ്ഞ സകല കാര്യങ്ങളും ഇപ്പോൾ ഓപ്പൺ ആകട്ടെ. കർത്താവെ അതിനെ ചെയ്ത് കൊടുക്കാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പൊ ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ആ വാക്യം വായിക്കാം. എന്നാൽ ഈ നദി ചെല്ലുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും. ഇനി നോക്കണേ, ഈ വെള്ളം അവിടെ വന്നത് കൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും. നോക്കണം, ആ നദി ചെന്നാൽ അവിടെ വളരെയധികം മത്സ്യമുണ്ടാകും. മത്സ്യം
ഞാൻ ഈ പറഞ്ഞ റെവലേഷൻ ഞാൻ പറയട്ടെ. ഈ മത്സ്യം എന്ന് പറയുമ്പോൾ അനുഗ്രഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, അനുഗ്രഹത്തെ. അവിടെ ഇപ്പം ഉദാഹരണം പറഞ്ഞാല് പത്രോസ് വലയിട്ടിട്ട് ഒന്നും കിട്ടിയില്ല, പക്ഷെ യേശു പറഞ്ഞ് എന്റെ വാക്കിനൊന്ന് വല ഇറക്കി നോക്കുക, ആ വല കീറുന്ന രീതിയിൽ മത്സ്യസമ്പത്തിനെ കിട്ടി. അദ്ദേഹം പറഞ്ഞ കാര്യം, ഈ നദി വന്നാൽ, ഞാനിത് റിയലി പറയുവാണ്, നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ പിന്നെ ബോണ്ടേജ് നിൽക്കത്തില്ല. ഫിനാൻഷ്യൽ മേഖലയിൽ നിങ്ങളുടെ ബോണ്ടേജ് നിൽക്കത്തില്ല. ഇത് റിയാലിറ്റിയാണ്. ഞാൻ പറഞ്ഞത് പ്രോസ്പെരിറ്റി, പല ആൾക്കാരും പറയും പ്രോസ്പെരിറ്റി ഗോസ്പൽ പ്രീച്ച് ചെയ്യുക, ഒന്നുമല്ല. റിയാലിറ്റി പറയുക, ദൈവിക സമൃദ്ധി ഈ നദി ചെല്ലുന്നിടത്തുണ്ട്. ഈ നദി ചെല്ലുന്നിടത്ത് ദൈവിക സമൃദ്ധിയുണ്ട്. നിങ്ങൾ നോക്കിയാൽ മതി, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാർക്ക് ഒന്നിനും ഒരിക്കലും മുട്ട് വന്നിട്ടില്ല. എവിടെയെങ്കിലും കാണിക്കാമോ? വചനത്തിനകത്ത് എവിടെയെങ്കിലും യേശുക്രിസ്തുവിന്റെ കൂടെ ഞാൻ പറഞ്ഞ കൂടെ നടക്കുന്ന സമയം ശിഷ്യന്മാർക്ക് ഒരു പ്രശ്നമില്ല. അപ്പത്തിന് അപ്പമുണ്ട്, വീഞ്ഞിന് വീഞ്ഞുണ്ട് എന്ന് പറഞ്ഞാൽ സകലതും യേശു അവരെ കെയർ ചെയ്യും. ഞാൻ പറയുന്ന കാര്യം, പരിശുദ്ധാത്മാവ് ഉള്ള സ്ഥലത്ത് എന്താ പറയുന്നത്, അവിടെ ദൗർലഭ്യം ഉണ്ടാകത്തില്ല. അതിന് കറക്റ്റ് എന്താ പറയുക, ലാക്ക് ഉണ്ടാകത്തില്ല. അവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാകും. ഇന്ന് നിങ്ങളുടെ ഫിനാൻഷ്യൽ മേഖലയിൽ ദൈവം പറയുവാണ്, ഒരു ബോണ്ടേജ് ഉണ്ട്, അത് ബ്രേക്ക് ചെയ്യണോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ റെവലേഷനെ പിടിക്കുക. നിങ്ങൾ ഈ റെവലേഷനെ പിടിക്കുക. അതിനകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഞാൻ ഈ പറഞ്ഞ കാര്യം ജസ്റ്റ് ഒരു മെസ്സേജ് പോലെ കേൾക്കാതെ അത് റിയൽ റെവലേഷൻ ആയിട്ട് അതിനെ ഏറ്റെടുക്കും. റിയൽ റെവലേഷൻ ആയിട്ട് എടുക്കുക. അതുപോലെ സംഭവിക്കും. അതുപോലെ ഇതിനകത്ത് എത്ര പേർക്ക് അത് വിശ്വസിക്കാൻ വേണ്ടി പറ്റും? മത്സ്യസമ്പത്ത് ഉണ്ടാകാൻ വേണ്ടി. നിങ്ങളുടെ ഏത് മേഖലയിലാണോ നിങ്ങൾക്ക് ലാക്ക്, എവിടെയാണോ ദൗർലഭ്യം, അവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി. യേശുവിന്റെ നാമം കർത്താവെ, അതിനെ ഞാൻ റിലീസ് ചെയ്തു. ആർക്കൊക്കെയാണോ വേണ്ടത് കർത്താവെ, ഇത് വിശ്വസിക്കുന്നവരുടെ അതുപോലെ ഞാൻ റിലീസ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പല നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇപ്പൊ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു കാര്യം കിട്ടി, ഞാൻ പറയുവാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, എന്റെ ആ ഒരു കാര്യം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ ആരോട് കടം ചോദിക്കും, ഞാൻ ആരോട് ലോൺ എടുക്കും? ഇതാണ് ചിന്ത. പക്ഷെ ദൈവം പറയുവാണ്, നിങ്ങളുടെ സഹായം വരുന്നത് മനുഷ്യന്റെ അടുത്തുനിന്നല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞ കാര്യം അറിയാം. ഞാൻ എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ മനുഷ്യരെ നോക്കരുത്. നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും, ഞാനിത് പറയുന്ന പരിശുദ്ധാത്മാവ് ചലിക്കും, നിങ്ങളുടെ എന്താവശ്യമുണ്ടെങ്കിലും കർത്താവിങ്കിലേക്ക് നോക്കുക. കർത്താവ് നിങ്ങൾക്ക് തരുവാൻ മാത്രം സമ്പന്നനാണ്. എന്റെ ജീവിതത്തിൽ എന്റെ ദൈവം എന്റെ ആവശ്യ സമയത്ത് എന്നെ സഹായിച്ചിരുന്നു. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് അതിനുവേണ്ടി ഒന്നും ആഗ്രഹിച്ചല്ല. പക്ഷെ ഒന്നും കാണത്തില്ല, ഒരു വഴിയും കാണത്തില്ല. പക്ഷെ സമയമാകുമ്പോൾ ഒറ്റ മനുഷ്യനും എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗത്തും ക്രെഡിറ്റ് പറയാൻ പറ്റത്തില്ല. കാര്യം മനുഷ്യൻ ശ്രമിച്ചിട്ട് നടക്കാത്തത് എന്റെ ദൈവം എനിക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു. ഞാൻ വിശ്വസിക്കുക, നിങ്ങൾ വിശ്വസിക്കുക. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഇതാണ് റിയാലിറ്റി. യിരെമ്യാവ് 17:7. ഇതാണ് റിയാലിറ്റി. അതുകൊണ്ട് ദൈവം പറയാം, മത്സ്യസമ്പത്ത് ഉണ്ടാകും. ഈ നദി ചെന്നിടത്ത് മത്സ്യസമ്പത്ത് ഉണ്ടാകും. ഇനി അതിന്റെ അടുത്ത വാക്യം നമുക്ക് നോക്കാം. അവിടെ എഴുതിയിരിക്കുന്നു, ഈ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെയും അത് പദ്യമായി തീർന്നിട്ട് സകലതും ജീവിക്കും. അതുകൊണ്ട് നോക്കിക്കോണേ, ഈ നദി ചെന്ന് ചേരുന്നിടത്ത് അത് പദ്യമായി തീർന്നിട്ട് സകലതും ജീവിക്കും. ഇനി അതിന്റെ ഇംഗ്ലീഷിലോട്ട് നോക്കാം. അവിടെ ഇംഗ്ലീഷ് എഴുതിക്കുന്നത്, ബിക്കോസ് ദീസ് വാട്ടേഴ്സ് ഷാൾ കം ടൈദർ, ഫോർ ദേ ഷാൾ ബി ഹീൽഡ്. നോക്കി അവിടെ എഴുതിക്കുന്നതാ, ദേ ഷാൽ ബി ഹീൽഡ്. അവർക്ക് സൗഖ്യമുണ്ടാകും. ദേ ഷാൽ ബി ഹീൽഡ് ആൻഡ് എവറിത്തിങ് ഷാൽ ലീവ് വിത്ത് ദ റിവർ കമ്മത്ത്. ഈ നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ട്. രോഗങ്ങൾ പല വിധമുണ്ട്. അത് നമ്മുടെ ഫിസിക്കൽ ബോഡി വരുന്ന രോഗമുണ്ട്, ഈവിൽ സ്പിരിറ്റ് വഴി ഉണ്ടാകുന്ന രോഗമുണ്ട്. എന്ത് രോഗമായിക്കോട്ടെ, ഈ നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ട്. ഇന്ന് ദൈവം എന്നോട് പറയുവാണേ, ഇത് വിശ്വസിച്ചാൽ നിങ്ങളുടെ ജഡ ശരീരത്തിന്റെ സൗഖ്യം കൂടെ വ്യാപരിക്കും. ഇത് റിയാലിറ്റി. ഞാൻ പറയുന്ന വചനത്തെ ദൈവം ഉറപ്പിക്കുമെന്ന് എനിക്കറിയാം. ഞാൻ പറയുന്ന വചനത്തെ ദൈവം ഉറപ്പിക്കും. ഞാൻ ഈ വചനത്തിനകത്ത് വളരെയധികം വിശ്വസിക്കുന്നു. ഈ നദി
ഞാൻ വിശ്വസിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ നിന്നും ഈ നദി ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഈ നദി ഫ്ലോ ആയിക്കൊണ്ടിരിക്കും. ഈ നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഒരു സൗഖ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു, നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് നോക്കുക. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ യേശു ഓൾറെഡി സൗഖ്യം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇതാണ് റിയാലിറ്റി. ഇതാണ് റിയാലിറ്റി. അപ്പോൾ ദൈവം പറയാണ്, ഈ നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ടാകും. നിങ്ങൾ ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലേലും ഈ നദി നിമിത്തം നിങ്ങളുടെ ശരീരം സൗഖ്യമാകും. ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ ഒരു സൗഖ്യത്തെ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. കാരണം ദൈവത്തിൽ നിന്ന് എനിക്ക് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. സൗഖ്യം നിങ്ങളുടെ മേൽ റിലീസാകും. സൗഖ്യം നിങ്ങളുടെ മേൽ റിലീസാകും. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ കൈ പൊക്കുക. അതിനുവേണ്ടി ഞാൻ ഒരു ഷോർട്ട് പ്രയർ പ്രാർത്ഥിക്കാം. ഒരു ഷോർട്ട് പ്രയർ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമം, യേശു ക്രിസ്തുവിന്റെ നാമം. നിങ്ങൾക്ക് യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഞാൻ കുറച്ച് ആൾക്കാർ കാണുന്നത് ജോഷി ചെന്നൈ കൈപൊക്കിയിട്ടുണ്ട്. പിന്നെ ആരാ, റോസി സിസ്റ്റർ കൈപൊക്കിയിട്ടുണ്ട്. ജസ്റ്റ് സൗഖ്യം വേണ്ട ആൾക്കാരെ അൺമ്യൂട്ട് ചെയ്ത് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും പെട്ടെന്ന്. യേശുവിന്റെ, ഞാനൊരു ഷോർട്ട് പ്രയർ ആണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ ഈ വചനപ്രകാരം നിങ്ങൾ സൗഖ്യം, വചനപ്രകാരം നിങ്ങൾ സൗഖ്യമാവും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ അവരുടെ രോഗം എന്ത് തന്നെ ആയിക്കോട്ടെ, ശരീരത്തിന്റെ പ്രോബ്ലം എന്ത് തന്നെ ആയിക്കോട്ടെ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നദി സൗഖ്യത്തെ റിലീസ് ചെയ്ത് ഞാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ മഹിമയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു സൗഖ്യത്തെ ഇപ്പോൾ ഞാൻ ശരീരത്തിൽ റിലീസ് ചെയ്തു. ചില കാര്യങ്ങളെ ദൈവം ഓർഡറിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഡിസോർഡർ ആയ സകലതും ഇപ്പോൾ ഓർഡർ ആയിട്ട് വരും. യേശുവിന്റെ നാമത്തിൽ അതിനെ ഞാൻ റിലീസ് ഇപ്പോൾ ചെയ്യുന്നു. കർത്താവ്, ഞാൻ മോഹൻ രാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ ശരീരത്തെ ഇപ്പോൾ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ പെയിനും വിട്ടുമാറിപ്പോയി, എല്ലാ പെയിനും വിട്ടുമാറിപ്പോയി. കർത്താവ്, ഞാൻ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ആ സൗഖ്യം അവിടെ റിലീസ് ആകട്ടെ. കർത്താവ്, ഞാൻ അഹിലേക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. സൗഖ്യം ഇപ്പോൾ അവിടെ മാനിഫെസ്റ്റഡ് ആകട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമം, അങ്ങയുടെ കരം ഇപ്പോൾ അവിടെ റിലീസ് ആയിരിക്കുന്ന കൃപയ്ക്കായിട്ട് സൗഖ്യം. ദൈവത്തിന്റെ ശക്തി ചലിക്കും, ദൈവത്തിന്റെ ശക്തി ചലിക്കും. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം. ഞാൻ ആ രോഗാത്മാവിനെ പറിച്ചു കളയും. ആ രോഗാത്മാവിനെ പറിച്ചു കളയും യേശുവിന്റെ നാമത്തിൽ. അതിന്റെ മേലെ ഞാൻ യേശുവിന്റെ കരത്തെ റിലീസ് ചെയ്യും. കർത്താവേ, ഇപ്പോൾ ഞാൻ ജോഷി ചെന്നൈക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ കർത്താവെ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യുന്നു. കർത്താവെ, ഏത് മേഖലയിലാണോ ആ സൗഖ്യം വേണ്ടത്, കർത്താവ്, ഞാൻ ആ മോന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മോന് സൗഖ്യം ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും. ജോഷി ചെന്നൈയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ മോനെ ഇപ്പോൾ സൗഖ്യത്തെ ഞാൻ റിലീസ് ചെയ്യും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, ഞാൻ ഡെൻസിറ്റി ആ മോന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശുവിന്റെ കർത്താവെ, അങ്ങയുടെ കരം ഇപ്പോൾ ആ മോന് വേണ്ടി ഞാൻ റിലീസ് ചെയ്യും. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ സകല ഹൈപ്പർ ആക്ടിവിറ്റി, OCD സകലതും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആ മോന്റെ മേലേക്ക് കർത്താവെ ഞാൻ എന്റെ കയ്യെ വെക്കുന്നു. കർത്താവ്, ഇതൊരു വലിയ അത്ഭുത സാക്ഷ്യമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ അത്ഭുത സാക്ഷ്യമായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവെ, അവന്റെ ബ്രെയിനെ ഞാൻ കർത്താവ് ഇപ്പോൾ അങ്ങയുടെ ശക്തി ഇപ്പോൾ ചലിക്കുന്ന കൃപയ്ക്കായിരുന്നു. കർത്താവെ, അവന്റെ മേൽ അങ്ങയുടെ കൈ ഇപ്പോൾ വെച്ച് കൃപയ്ക്കായിരുന്നു. അവന്റെ സകല ബ്രെയിൻ ആക്ടിവിറ്റീസും നോർമലായി മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. സ്പിരിറ്റ് ഓഫ് ഓട്ടിസം യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറിപ്പോകാൻ ഞാൻ കൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പറഞ്ഞു പോകട്ടെ, വിട്ടുമാറിപ്പോകട്ടെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ. അതിനോട് ഞാൻ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു, വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അവന്റെ ശരീരത്തിന്റെ ചലനങ്ങൾ ഇപ്പോൾ നോർമൽ ആകട്ടെ. അവന്റെ ആക്ടിവിറ്റികൾ നോർമൽ ആകട്ടെ. നോർമൽ എനർജിയിലേക്ക് ഇപ്പോൾ വരട്ടെ. കർത്താവ്, ഇവരുടെ കുടുംബത്തിൽ ഇതൊരു വലിയ അത്ഭുതമായിട്ട് മാറട്ടെ യേശുവിന്റെ നാമം. കർത്താവ്, ഞാൻ ഇവർക്ക് വേണ്ടി പ്രവചിക്കുന്നു. കർത്താവ്, ഇവന് വേണ്ടി ഞാൻ പ്രവചിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. സാത്താൻ ഇവന്റെ ഭാവിയെ അടച്ചു വെച്ചു. എന്നാൽ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവന്റെ ഭാവി ഓപ്പൺ ആക്കുന്നു.
അവന്റെ ഭാവിയെ ഞാൻ ഓപ്പൺ ആക്കുന്നു. അവന്റെ സ്റ്റഡീസിൽ ഇപ്പോൾ മാറ്റം വരട്ടെ. അവന്റെ സ്കൂള് ചേഞ്ച് ആകട്ടെ. അവന്റെ സ്കൂള് ചേഞ്ച് ആകട്ടെ. കർത്താവെ, ഈ മാസം തന്നെ കർത്താവെ അത് സംഭവിക്കട്ടെ. ദൈവം നിങ്ങളോട് പറഞ്ഞ, ഈ കുടുംബത്തോട് ദൈവം പറയുന്ന കാര്യം, കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. നിങ്ങളുടെ ജീവൻ, ദേഹം, ദേഹിയ, നിങ്ങളുടെ കുടുംബത്തെ കർത്താവിങ്കിലേക്ക് സമർപ്പിക്കുക. ദൈവം നിങ്ങളുടെ കുടുംബത്തെ ഡെലിവർ ചെയ്യാൻ വേണ്ടി പോവുക. യേശുവിന്റെ നാമത്തിൽ സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ മതം നോക്കേണ്ട, നിങ്ങൾ ജാതി നോക്കേണ്ട, ഒന്നും നോക്കേണ്ട. യേശു ക്രിസ്തുവിലേക്ക് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. യേശു ക്രിസ്തുവിൽ മാത്രം സൗഖ്യം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ അതിന്റെ കണക്ഷൻ വിട്ടുപോയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ആ ഒരു ദുരാത്മാവിന്റെ കണക്ഷനെ ഞങ്ങൾ വിട്ടു, അതിനെ ബ്രേക്ക് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് യേശുവിന്റെ നാമം കർത്താവെ സംഭവിച്ച കൃപയ്ക്കായിട്ട് യേശു ക്രിസ്തുവിന്റെ നാമം. ഈ മോന്റെ കാര്യങ്ങൾ നോർമൽ ആവാൻ വേണ്ടി പോവാ. ഈ മോൻ പഠിക്കുന്ന സ്കൂള് മാറാൻ വേണ്ടി പോവുക. നോർമൽ സ്കൂളിലോട്ട് വരും. അധികം താമസിയാതെ നോർമൽ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാൻ അതിനെ റിലീസ് കർത്താവെ. ഇപ്പോൾ ഞാൻ പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, പ്രിൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രിൻസ് ബ്രദർ അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമം അൺമ്യൂട്ട് ചെയ്യാവോ? ഓക്കെ. കർത്താവെ, ഞാൻ പ്രിൻസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിന്റെ നാമം. കർത്താവ്, ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് കർത്താവ്, ഇപ്പോൾ ചലിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകം ഇപ്പോൾ ആ റൂമിലേക്ക് ആകട്ടെ. ഞാൻ പ്രിൻസ് ബ്രദറെ ദൈവത്തിലേക്ക് സമർപ്പിച്ചു. പരിശുദ്ധാത്മാവ് റിലീസ് ആവുക. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്യുക. യേശുവിന്റെ നാമം അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഇപ്പൊ ഒരു വലിയ ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. യേശു പ്രിൻസ് ബ്രദർ അൺമ്യൂട്ട് ചെയ്തേ. യേശുവിന്റെ നാമത്തിൽ വീഡിയോ ഓൺ ചെയ്ത് യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ദൈവത്തിലേക്ക് സമർപ്പിച്ചോ. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു ഡെലിവറൻസ് സംഭവിക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ കർത്താവെ, പരിശുദ്ധാത്മാവ് ഇപ്പോൾ ടച്ച് ചെയ്യട്ടെ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ബോണ്ടേജ് ഇപ്പോൾ ബ്രേക്ക് ആവട്ടെ. സകല സ്ട്രോക്കിന്റെ സൈഡ് എഫക്ട് ഇപ്പോൾ ശരീരത്തിൽ മാറിപ്പോകാൻ വേണ്ടി ഞാൻ കൽപ്പിക്കുന്നു. സകല സ്ട്രോക്കിന്റെ സൈഡ് എഫക്ട് യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്രേക്ക് ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ കർത്താവെ, നടന്നു പോകുമ്പോൾ ബാലൻസ് പോകുന്ന അവസ്ഥ ഇപ്പോൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു. യേശുവിന്റെ നാമം കർത്താവിന്റെ ശക്തി ചലിക്കുവാണ്. കർത്താവിനെ വിശ്വസിച്ചോ. കർത്താവ് മുമ്പിൽ നിൽക്കുക. നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വെളിച്ചം വന്നിരിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, ഞാൻ ആ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ആ ഒരു ബോണ്ടേജ് ബ്രേക്ക് ആകട്ടെ എന്ന് കൽപ്പിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ അത് സംഭവിക്കട്ടെ. ഈ ഒരു സമയത്ത് ദൈവം ഒരു അത്ഭുതം ചെയ്യുവാണ്. സ്ട്രോക്ക് സംബന്ധമായിട്ടുള്ള നിങ്ങളുടെ ബാലൻസിന്റെ പ്രശ്നം ഇപ്പൊ മാറിപ്പോവുക. ഈ സമയത്ത് സംഭവിക്കുക. യേശുവൻ ദൈവം പറയാ, എഴുന്നേക്കുക, നടക്കുക. ദൈവം പറയുന്ന കാര്യത, എഴുന്നേക്കുക, നടക്കുക. ജസ്റ്റ് എഴുന്നേറ്റ് നടന്നേ. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഇപ്പോൾ ആ ഒരു കാര്യം നോർമൽ ആകട്ടെ. യേശുവിന്റെ നാമത്തിൽ നോർമൽ ആകട്ടെ. വിശ്വസിക്കുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ശക്തി ചലിക്കുക. പ്രിൻസ് ബ്രദറെ, എന്താ ഇപ്പൊ ശരീരത്തിൽ സംഭവിക്കുന്നത്? എന്താ ഞാൻ കാണുന്ന ഒരു കാര്യം, ദൈവത്തിന്റെ ശക്തി ഇപ്പൊ ചലിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ബോഡിയുടെ കണ്ടീഷൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ ദൈവത്തിന്റെ ശക്തി എന്താ? ഇല്ല ബ്രദർ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നല്ല എവറിത്തിങ് ഇസ് ഫൈൻ ഓൺലി. ആക്ച്വലി എന്റെ വൈഫിന് പ്രശ്നമായിട്ടാണ് ഞാൻ പാസ്റ്ററിന്റെ അടുത്ത് വന്നത്. പാസ്റ്റർ സോളം ബ്രദർ എന്റെ പാസ്റ്റർ. വൈഫിനത് ട്രീറ്റ്മെന്റ് ചെയ്ത് സുഖമായി, ബട്ട് സ്റ്റിൽ ഷി ഹാവ് സം പെയിൻ. വിശ്വസിക്കുക. ഈ സമയത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചലിച്ചിട്ടുണ്ട്. വിശ്വസിക്കുക. വൈഫിന്റെ പേരെന്തായിരുന്നു? വൈഫിന്റെ പേര് പറഞ്ഞേ. അഞ്ജന. കർത്താവ്, ഞാൻ അഞ്ജനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് കർത്താവ്, ഈ ബ്രദർ യേശുവിന്റെ നാമം വിളിച്ച സമയത്ത് തന്നെ കർത്താവ്, ആ പെയിൻ അവിടുന്ന് വിട്ടു മാറിപ്പോകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ കർത്താവ്, ആ ക്യാൻസറിന്റെ പ്രശ്നം ഇപ്പോൾ അഴിഞ്ഞു പോകട്ടെ എന്ന് കൽപ്പിക്കുന്നു. കർത്താവ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ ദൂതൻ കർത്താവ് അവരുടെ റൂമിൽ ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്കായിട്ട്
കർത്താവെ, അങ്ങയുടെ ദൂതൻ അവിടെ ഇറങ്ങിയിരിക്കുന്ന കൃപയ്ക്കായിട്ട്. കർത്താവെ, കാരാഗ്രഹത്തിൽ നിന്നും കർത്താവെ അപ്പോസ്തലനെ ഇറക്കുവാൻ വേണ്ടി അങ്ങയുടെ ദൂതൻ ഇറങ്ങിയതുപോലെ, ചങ്ങല അഴുകി വീണതുപോലെ ഈ സമയത്ത് കർത്താവെ ആ ഒരു അനുഭവം ആ റൂമിൽ സംഭവിക്കട്ടെ. പെട്ടെന്നൊന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ സകല പെയിനും മാറിയ പോലെ ഒരു അത്ഭുതം അവിടെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമം ഇപ്പോൾ ഞാൻ അതിനെ റിലീസ് ചെയ്യും. ഇപ്പോൾ ഞാൻ റിലീസ് ചെയ്യും. ദൈവം പറഞ്ഞ കാര്യം, കർത്താവിലേക്ക് വരിക, കർത്താവിലേക്ക് വരിക, യേശുവിനെ വിശ്വസിക്കുക, ബാക്കിയെല്ലാം നേരെയാവും. വലിയൊരു അത്ഭുതം കാണാൻ വേണ്ടി പോകും. കർത്താവ് ഞാൻ റിലീസ് ചെയ്യും. ധൈര്യത്തോടെ ഇരിക്കുക. ആ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകും. ആ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകും. അത്ഭുതം കാണാൻ വേണ്ടി പോകും. ഞാൻ പറഞ്ഞ കാര്യം, ഈ നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ട്. ഈ നദി, ഞാൻ പറഞ്ഞ കാര്യം എന്തൊക്കെ പറഞ്ഞു? ഒന്ന്, അവിടെ ചലിക്കാത്ത കാര്യം ചലിക്കും. രണ്ട്, അവിടെ മത്സ്യസമ്പത്ത് ഉണ്ടാകും. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, സൗഖ്യം അവിടെ ഉണ്ടാകും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം ദൈവം ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ ചെയ്തു കഴിഞ്ഞു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേലും വിശ്വസിച്ച സകല വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് റിലീസായിട്ട് നിങ്ങളുടെ ഹൃദയം തുറക്കുക. ഞാൻ പറഞ്ഞ കാര്യം, എന്നെ നോക്കരുത്, എന്റെ ശൈലി നോക്കരുത്, ഒന്നും നോക്കരുത്. നിങ്ങളുടെ ഹൃദയം തുറന്നാൽ ഈ ശക്തി നിങ്ങൾ അനുഭവിക്കും. ഈ ശക്തിയുടെ എന്താ പറയുന്നത്, ഈ ഒരു ശക്തിയുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും. ഇതാണ് ഈ നദിയുടെ പ്രത്യേകത. ഇതേ നദിയെക്കുറിച്ച് തന്നെ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. നമുക്ക് നോക്കാം. വെളിപ്പാട് 22-ാം അധ്യായം 1-2 വാക്യം. വെളിപ്പാട് 22-ാം അധ്യായം 1-2 വാക്യം നോക്കി. അവിടെ എഴുതിയിട്ടുണ്ട്. ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരാളൊന്ന് ബൈബിൾ വായിക്കാമോ എനിക്ക് വേണ്ടി? ആരാ വായിക്കാം? സിൽനാൻ ബ്രദർ ഒന്ന് വായിക്കാമോ? വെളിപ്പാട് 22-ന്റെ 1-2. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. മതി. ഈ നോക്കിക്കോണേ, ഈ ജീവജല നദിയെ കുറിച്ച് യെഹസ്കേലിന് യെരുശലേം ദേവാലയം കാണിച്ചുകൊണ്ട് ഒരു ദർശനം കൊടുക്കുക. അവിടുന്ന് ഒരു നദി ഒഴുകി വരുന്നു. ആ നദിയുടെ പ്രത്യേകത, അവിടെ പറഞ്ഞ അതേ സെയിം കാര്യം വെളിപ്പാട് പുസ്തകത്തിൽ ആരെയെ കാണിക്കുന്നത്? യോഹന്നാനെ കാണിക്കുന്നു. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഒരു ദർശനം കണ്ടു. യോഹന്നാൻ കണ്ട കാര്യം, വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതിനായ പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദി അവനെ കാണിച്ചു. ഈ ജീവജല നദി എവിടുന്നാ പുറപ്പെടുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞു, യാഗപീഠത്തിന്റെ സൈഡിൽ നിന്ന് പുറപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടു. പക്ഷെ സ്പിരിച്വൽ തലത്തിലോട്ട് വന്നു കഴിയുമ്പോൾ അത് പുറപ്പെടുന്നത് ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും, അതായത് ദൈവത്തിന്റെയും യേശുവിന്റെയും സിംഹാസനത്തിൽ നിന്ന്. എവിടുന്നാ പുറപ്പെടുന്നത്? ദൈവത്തിന്റെ ത്രോണിൽ നിന്നാ പുറപ്പെടുന്നത് ഈ നദി പുറപ്പെടുന്നത്. ഈ നദി പുറപ്പെടുക അവിടുന്ന്. രണ്ടാമത്തെ കാര്യം അവിടെ പറഞ്ഞ, അതിന്റെ വീണ്ടും ഞാൻ പറഞ്ഞ സെയിം കാര്യം ഇവിടെ പറയുന്നു. നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വിധം ഫലം കായ്ച്ചു മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. ഈ നദി ചെല്ലുന്നിടത്തെല്ലാം ഞാൻ പറഞ്ഞു ജീവൻ ഉണ്ടാകും. അവിടെ ജീവവൃക്ഷം വളർന്നു നിൽക്കുവാണ്. ആ ജീവവൃക്ഷത്തിന്റെ പ്രത്യേകത, അത് 12 വിധ ഫലം കായ്ച്ച് മാസം തോറും അത് ഫലം കൊടുക്കും. ഞാൻ ഇവിടെ ഒരു സ്പിരിച്വൽ ട്രൂത്ത് പറയാൻ വേണ്ടി പോകും. നിങ്ങൾ യേശുക്രിസ്തുവിലായ ഈ നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടും. രണ്ടാമത്തെ കാര്യം, ഈ നദി നിങ്ങളിൽ നിന്ന് പുറപ്പെടുന്നപ്പോൾ സംഭവിക്കുന്ന കാര്യം, നിങ്ങളുടെ ഉള്ളിലെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ ആക്ടിവേറ്റ് ആവും. നിങ്ങളുടെ ഉള്ളിലെ സ്പിരിച്വൽ ഗിഫ്റ്റുകൾ, നിങ്ങൾ യേശുക്രിസ്തുവിൽ വന്നാൽ, യേശു പറഞ്ഞ കാര്യം, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾ ഫലം കായ്ക്കും. നിങ്ങളുടെ ഉള്ളിൽ ഫ്രൂട്ട് വരാൻ വേണ്ടി തുടങ്ങും. ഈ ഈ ജീവവൃക്ഷത്തിന്റെ പ്രത്യേകത, ഓരോ മാസം ഓരോ ഫ്രൂട്ടാണ്. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾ യേശുക്രിസ്തുവിനോട് കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ കൃപാവരം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒന്നിൽ ഒതുങ്ങരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒന്ന് മേ ബി പ്രവചിക്കാനായിരിക്കാം, പ്രവചനത്തിൽ ഒതുങ്ങരുത്. രോഗശാന്തിയിൽ ഒതുങ്ങരുത്. വീര്യപ്രവൃത്തിയിൽ ഒതുങ്ങരുത്. എല്ലാ മാസവും ഫലം. എല്ലാരും പഠിപ്പിക്കുന്ന എങ്ങനെയാ? എന്തെങ്കിലും ഒരു ഭാഗത്ത് സ്പെഷ്യലൈസേഷൻ. അങ്ങനെയല്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം,
എല്ലാ മാസവും നിങ്ങൾ ഫലം കായ്ക്കും. എല്ലാ മാസവും നിങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി തുടങ്ങും. കാരണം നിങ്ങളുടെ ഉള്ളിൽ നിന്നും ഈ ജീവജലത്തിന്റെ നദി ഒഴുകിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വിശ്വസിച്ചാൽ ഇതുവരെ നിങ്ങൾ സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ല. ഇതുവരെ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടോ? ഇതുവരെ ഉണ്ടെങ്കിൽ കൈപൊക്കുകയും. ദൈവം പറയുക, നിങ്ങൾ യേശുവിനോട് കണക്ട് ചെയ്ത് നിന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ഫലം ഉണ്ടാകും. ഓരോ മാസവും നിങ്ങളുടെ ഉള്ളിൽ ഫലം ഉണ്ടായിക്കൊണ്ടിരിക്കും. ഞാൻ പ്രൊഫസിയുടെ ഗിഫ്റ്റ് ദൈവം എനിക്ക് തന്ന, ഞാൻ അതിനുവേണ്ടി ഉപവസിച്ചിട്ടില്ല, ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല, ഒന്നുമില്ല. ദൈവം എൻ്റെ ഉള്ളിൽ തന്ന കാര്യം. എനിക്ക് പ്രത്യേകിച്ച് അതിനുവേണ്ടി യാതൊരുവിധ ക്രെഡിറ്റും പറയാനില്ല. ദൈവം തന്നത് കാര്യം, അത് കൃപാവരമാണ്. നിങ്ങൾ യേശുക്രിസ്തുവായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ ഈ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വൃക്ഷങ്ങൾ ഫലം കായ്ക്കാൻ വേണ്ടി ഓരോ മാസവും ഓരോ ഫലം. ഇതുവരെ സ്പിരിച്വൽ ഗിഫ്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ജോഷി ചെന്നൈ പ്രാർത്ഥിക്കുക. സ്പിരിച്വൽ ഗിഫ്റ്റ് ഓപ്പൺ ആവും. നിങ്ങളുടെ മേൽ ഞാൻ ആക്ച്വലി ഒരു ഗിഫ്റ്റിനെ ഇമ്പാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുക. സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റിലെ ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി പോകും. കാരണം നിങ്ങളുടെ കയ്യിലെ പൈസ നിങ്ങൾ അനേക ദൈവത്തിൽ നല്ലാത്ത ഒത്തിരി ആൾക്കാർ കൊടുത്തിട്ടുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ പറയുക. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് വേണ്ടത് സ്പിരിറ്റ് ഓഫ് ഡിസേൺമെന്റ്. നിങ്ങൾ അങ്ങനെ പൈസ കൊടുത്തത് നിമിത്തം നിങ്ങളുടെ ഫിനാൻസ് പലയിടത്തും ബ്ലോക്ക് ആയിട്ടുണ്ട്. ചില അൺവാണ്ടഡ് ചില കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ക്ഷണിച്ചു വേദയിടും. ദൈവം എന്നെ കാണിക്കുന്ന കാര്യം, മലയാളി അല്ലാത്ത ചില വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ സോ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിൽ നിന്നുള്ള ആൾക്കാരല്ലായിരുന്നു. അത് നിമിത്തം നിങ്ങളൊരു ബോണ്ടേജ് വന്നു. നിങ്ങൾ അതിന് റിപ്പന്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ ആ ബോണ്ടേജ് ഇന്ന് ബ്രേക്ക് ആവും. 2, ദൈവം നിങ്ങളുടെ മേലെ ഒരു ഗിഫ്റ്റിനെ, ഒരു സ്പിരിച്വൽ ഡിസേൺമെന്റിനെ ദൈവം നിങ്ങൾക്ക് വേണ്ടി പകരാൻ വേണ്ടി പോകും. അത് സംഭവിക്കാൻ വേണ്ടി പോകും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മനുഷ്യന്റെ ബോണ്ടേജ് നിങ്ങൾ ഇന്ന് ബ്രേക്ക് ആയി പോകുന്ന ദൈവനെ കാണിക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ, ആ ഒരു കൈവപ്പിൽ നിന്നും കിട്ടിയ ആ ഒരു ബോണ്ടേജിനെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ അതിനെ ബ്രേക്ക് ചെയ്യും. ഞാനതിനെ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാനതിനെ ബ്രേക്ക് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ മോന്റെ മേൽ നിങ്ങൾ ഡെലിവറൻസ് കാണാൻ വേണ്ടി പോകും. ഇന്ന് ഇവിടുന്ന് ബ്രേക്ക് ആകുമ്പോൾ നിങ്ങളുടെ പല മേഖലയിലും ഈ ഒരു ഡെലിവറൻസ് കാണാൻ വേണ്ടി പോകും. യേശുവിന്റെ നാമത്തിൽ ഞാനതിനെ റിലീസ് ചെയ്യും. ടാനിയ സൂസനോട് ദൈവം പറയുക, ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിനെ ദൈവം ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാ. ദൈവത്തോട് ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളുടെ മേൽ ദൈവം ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിനെ ഓപ്പൺ ആക്കാൻ വേണ്ടി യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ആ ഒരു സ്പിരിച്വൽ ഗിഫ്റ്റിന്റെ വരം കർത്താവ് ഇപ്പോൾ അങ്ങ് ഓപ്പൺ ആക്കിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് കർത്താവെ, ഭാഷകളെ വിവേചിക്കാൻ വേണ്ടിയുള്ള ഒരു വരം യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ അത് റിലീസ് ആകട്ടെ. ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഈ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ, അന്യഭാഷയിൽ സംസാരിച്ചപ്പോൾ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയുള്ള വരം യേശുവിന്റെ നാമം കർത്താവ് അതിനെ റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ ദൈവത്തിന്റെ ശക്തി നിങ്ങൾക്ക് വേണ്ടി റിലീസ് ആകും യേശുവിന്റെ നാമം. ദൈവം നിങ്ങളോട് വീണ്ടും പറയുവാണ്, നിങ്ങളുടെ ഒമാനിലെ നിങ്ങളുടെ താമസം ദൈവം ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യും. നിങ്ങൾ വെച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രൊഫഷനിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകും. അത് സംഭവിക്കും യേശുവിന്റെ നാമത്തിൽ. അതിനെ ഞാൻ റിലീസ് ചെയ്യും. കർത്താവ് ഇപ്പോൾ ഈ സ്പിരിച്വൽ ഗിഫ്റ്റിനെ ആഗ്രഹിക്കുന്ന സകല വ്യക്തികളുടെ മേൽ കർത്താവെ ഞാൻ അതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. അതിനെ അതുപോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇപ്പൊ നമ്മൾ ഈ വായിച്ച വാക്യത്തിന് സിനാൽ ബ്രദർ ഒന്നുകൂടെ ഇന്ന് വായിക്കാവോ? ആ ഭാഗം ഒന്നുകൂടെ വായിക്കാവോ? ഇപ്പൊ ഞാൻ പറഞ്ഞ വാക്യം, വീതിയുടെ നടുവിൽ 22. വെളിപ്പാട് 23. വീതിയുടെ നടുവിൽ രണ്ടാമത്തെ വാക്യം, നദിക്ക് ഇക്കരയും അക്കരയും ജീവവൃക്ഷമുണ്ട്. അത് 12 വീതം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. നോക്കണം, വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. ഇനി അതിന്റെ ഇംഗ്ലീഷ് വേർഷനിലോട്ട് പോവാണെങ്കിൽ, ആൻഡ് ദ ലീവ്സ് ഓഫ് ദ ട്രീ വേർ ഫോർ ദ ഹീലിംഗ്സ് ഓഫ് ദ നേഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞു, എഹെസ്കേൽ പ്രവചനത്തിനകത്ത് ഞാൻ കാണിച്ചു വന്നു, അത് ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ടാകും. അതേ കാര്യം, അതേ റെവലേഷൻ ഈ ഒരു വെളിപ്പാട് പുസ്തകത്തിനകത്ത് ദൈവം കാണിച്ചിട്ട് പറയുവാണ്, ആ വൃക്ഷത്തിന്റെ ഇലയ്ക്ക് സൗഖ്യം തരാൻ വേണ്ടി പറ്റും. ഇവിടെ കുറച്ചും കൂടെ എലാബറേറ്റ് പറയും, യു ക്യാൻ ഹീൽ ദ നേഷൻസ്.
നിങ്ങളിൽ കൂടെ വെളിപ്പെടുന്ന സൗഖ്യം അത് വ്യക്തികളെ അല്ല, അത് നേഷൻസിനെ ഹീൽ ചെയ്യും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എന്നാൽ ദൈവം നിങ്ങളോട് പറഞ്ഞ കാര്യം, നിങ്ങളിൽ ചിലരെ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ലെവലിലോട്ട് ദൈവം ആക്കാൻ വേണ്ടി പോവാം. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് രാജ്യത്ത് വെളിപ്പെടും, രാജ്യത്ത് വെളിപ്പെടും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില ഡിസ്പ്യൂട്ടുകൾ, അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ മാറിപ്പോകും, വിശ്വസിച്ചാലും ഇല്ലേലും. കാരണം ഈ ജീവജല നദി ചെല്ലുന്നിടത്ത് സൗഖ്യമുണ്ട്. ഇതിന്റെ ഇല ജാതികളുടെ, നേഷൻസിന്റെ രോഗശാന്തിക്ക് വേണ്ടി ഉതകുന്നു. ഇതിന്റെ എല്ലാ റൂട്ട് വിടുന്ന നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി ഓവർഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്നും ജീവജലത്തിന്റെ നദി ഓവർഫ്ലോ. ഇത് നിങ്ങൾ എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? എത്ര പേര് വിശ്വസിക്കുന്നു? ഇത് റിയാലിറ്റിയാണ്. ഇത് റിയാലിറ്റിയാണ്. ഇത് എവിടെ നമ്മുടെ തലയുടെ മുകളിലുള്ള കാര്യമല്ല. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ച കാര്യം ഞാൻ പറയും. നിങ്ങളുടെ ഉള്ളിൽ സംഭവിച്ച കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്ന് തൊട്ട് നിങ്ങൾ വിശ്വസിക്കുന്നവരുടെ മേൽ നിങ്ങൾ ചെല്ലുന്നിടത്ത്, നിങ്ങൾ പോകുന്നിടത്ത് എവിടെയൊക്കെയാണോ ഇത് മാനിഫെസ്റ്റ് ആവാൻ വേണ്ടി, ഇതിനകത്ത് കാത്തലിക് എന്ന് വ്യത്യാസമില്ല, ഇന്ന് മർത്തോമ എന്ന് വ്യത്യാസമില്ല, ഇന്ന് ഹിന്ദു എന്ന് വ്യത്യാസമില്ല, മുസ്ലിം എന്ന് വ്യത്യാസമില്ല. ഇതിനകത്ത് യേശു ഒറ്റയാളേ ഉള്ളൂ. യേശുവിനെ വിശ്വസിച്ചാൽ, യേശുവിന്റെ കൽപ്പന അനുസരിച്ചാൽ, യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നാൽ ഇത് സംഭവിക്കും. വേറെ ഒന്നുമില്ല. യേശുവാണ് വാതിൽ. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമേ ഇതിനകത്ത് കടക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വിശ്വസിക്കുക. ഞാൻ വീണ്ടും പറയാം, മനുഷ്യരെ നോക്കരുത്, യേശുവിനെ നോക്കുക. യേശുവിനെ നോക്കുക. ഞാനൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, റെവലേഷനകത്ത് കാണിക്കുവാണ്, ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് ഈ നദി പുറപ്പെടുന്നു. അങ്ങനെയല്ല നമ്മൾ റെവലേഷനകത്ത് കണ്ടേ, വെളിപ്പാടിനകത്ത് കണ്ടത്. എന്നാൽ പുതിയ നിയമപ്രകാരം ദൈവം നമ്മളോട് പറയുന്ന കാര്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. പുതിയ നിയമത്തിന്റെ റെവലേഷൻ, ഞാൻ എന്ന വ്യക്തി ദൈവത്തിന്റെ മന്ദിരമാണ്, നിങ്ങൾ എന്ന വ്യക്തി ദൈവത്തിന്റെ മന്ദിരമാണ്. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, 1 കൊരിന്ത്യർ 3:16. നിങ്ങൾ ആ വചനം നോട്ട് ചെയ്തു. 1 കൊരിന്ത്യർ 3:16. അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ? നിങ്ങൾ ആരാണ്? ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളിൽ ആര് വസിക്കുന്നു? ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്? അതുപോലെ ഞാൻ എലാബറേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കും. നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ആരൊക്കെ വസിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അതിന്റെ യേശു പറഞ്ഞ കാര്യമാണ്. യോഹന്നാൻ 14:23. യോഹന്നാൻ 14:23. അവിടെ ഇങ്ങനെ എഴുതിക്കുകയാണ്, യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും. വചനം പ്രമാണിക്കും എന്ന് പറഞ്ഞാൽ എന്താ? യേശു പറഞ്ഞു, എന്നെ രക്ഷിതാവായിട്ട് സ്വീകരിച്ച് സ്നാനപ്പെടണം, വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്യുന്നവൻ രക്ഷ പ്രാപിക്കും. എന്നെ സ്നേഹിക്കുന്ന എന്നാ ചെയ്യും? എന്റെ വചനം പ്രമാണിക്കും. നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനപ്പെടുകയും ചെയ്താൽ നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുന്നു, നിങ്ങൾ യേശുവുമായിട്ട് കണക്റ്റഡ് ആവും. അതുവരെ നിങ്ങൾ ബോണ്ടേജിലാണ്, അതുവരെ നിങ്ങൾ പിശാചിന്റെ തന്ത്രങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾ അടിമപ്പെട്ടിരിക്കുവാണ്. പക്ഷെ യേശുവിലോട്ട് കണക്ട് ചെയ്യുമ്പോൾ ബന്ധനം മാറും, ബോണ്ടേജ് ബ്രേക്ക് ആവും. അപ്പോൾ സംഭവിക്കുന്ന കാര്യം യേശു അവനോട്, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഇങ്ങനെ നോക്കിക്കോണേ, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞ ആരാ? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. എന്റെ ഉള്ളിൽ ആരുണ്ട്? പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞു. ഇതാണ് റിയാലിറ്റി. ഇനി നോക്കണം, യേശു പറഞ്ഞ അടുത്ത കാര്യം, നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് യേശുവിനെ രക്ഷിതാവായിട്ട് വീണ്ടും ജന്മം പ്രാപിച്ചപ്പോൾ സംഭവിച്ചത് എന്താണ് സംഭവിച്ചത്? നിങ്ങളെ യേശു ക്രിസ്തുവിൽ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. എഴുതിയിരിക്കുകയാണ് എഫേസ്യർ 2:6. അവിടെ എഴുതിയിരിക്കുക, യേശു ക്രിസ്തുവിൽ നമ്മളെ കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോട് കൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ഇനി നോക്കിക്കോണം, രണ്ടും കൂടെ കണക്ട് ചെയ്ത് പറയാം. എന്റെ ഉള്ളിൽ ആരുണ്ട്? എന്റെ ഉള്ളിൽ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. ഇപ്പൊ ഞാൻ എവിടെയാ ഇരിക്കുന്നത്?
ഞാൻ ആക്ച്വലി ഐ ആം സീറ്റഡ് വിത്ത് ഹെവൻലി പ്ലേസസ്. ഐ ആം സീറ്റഡ് ഇൻ ദ ഹെവൻലി പ്ലേസസ് വിത്ത് ജീസസ് ക്രൈസ്റ്റ്. ഞാൻ യേശു ക്രിസ്തുവിന്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. ഞാൻ എവിടെയായിരിക്കുന്നേ? ഞാൻ എന്റെ ബോഡി കൊണ്ട് ഞാൻ ഇപ്പോൾ ഭൂമിയിൽ ഇരിക്കുക, പക്ഷെ എന്റെ ബോൺ അഗെയിൻ സ്പിരിറ്റ് കൊണ്ട് ഞാൻ ദൈവത്തിന്റെ കൂടെ ഇരുത്തപ്പെട്ടിരിക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് കൈപൊക്കുകയും. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ജസ്റ്റ് കൈപൊക്കുകയും. നിങ്ങളുടെ റിയാലിറ്റി ഇതാ. നിങ്ങളുടെ ശരീരം യേശുവിന്റെ മന്ദിരമാണ്, ദൈവത്തിന്റെ മന്ദിരമാണ്. നിങ്ങളുടെ ഉള്ളിൽ ഈ ദൈവം വസിക്കുന്നു. നിങ്ങൾ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൂടെ ഹെവൻലി പ്ലേസസിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ജീവജല നദി ഒന്ന് കണക്ട് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. ജീവജല നദി എവിടുന്നാ വരുന്നത്? ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന്. ദൈവവും കുഞ്ഞാടും ഇപ്പൊ എവിടെയായിരിക്കുന്നത്? എന്റെ ഉള്ളിലിരിക്കുക. അപ്പൊ ജീവജല നദി എവിടുന്നാ വരുന്നത്? അതാ യേശു പറഞ്ഞ്, വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും ജീവജല നദി പുറപ്പെടും, അത് പുറത്തോട്ട് വരും. ഈ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് എന്ത് പ്രശ്നം വന്നാലും ഈ നദി, ഈ പരിശുദ്ധാത്മാവ് എന്ന നദി അതിന്റെ മേൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് ചലിച്ച, ദൈവത്തിന്റെ വചനം പറഞ്ഞ കാര്യ, അഭിഷേകം കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കൊണ്ട് മുഖം ബ്രേക്കാവും. എന്നാ വലിയ മുഖമാണ് അത്. ചിലപ്പം നമ്മൾ ഈ ഹിന്ദുക്കൾ പറയാന്നുണ്ട് നക്ഷത്രങ്ങളുടെ ദോഷം. നമ്മളെ ക്രിസ്ത്യൻസ് നക്ഷത്രങ്ങളൊക്കെ നോക്കാം, എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് വിരുദ്ധമായ കയ്യെഴുത്ത് എന്ത് തന്നെയായാലും അത് ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ബ്രേക്ക് ആകും. നിങ്ങൾ റലം ചേഞ്ച് വരും. നിങ്ങൾ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരായിട്ട്. പിന്നെ നിങ്ങളിൽ നിന്ന് വരുന്ന ഈ ജീവജല നദി, ഇതിനെയും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഈ പരിശുദ്ധാത്മാവിനെയും കൊണ്ടാണ് നിങ്ങൾ നടക്കുന്നത്. ഒരു വാക്യം കൂടെ ഞാൻ പറയാം. ലൂക്കോസ് 17:21. ലൂക്കോസ് 17:21 അവിടെ എഴുതിയിരിക്കുക, ഇതാ അവിടെയെന്നും അതാ ഇവിടെയെന്നും പറയുകയില്ല, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടല്ലോ എന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ അതിന്റെ ഇംഗ്ലീഷ് വായിക്കുവാണ് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, they saw no here or law there, for behold the kingdom of God is within you. ദൈവരാജ്യം എന്റെ ഉള്ളിലുണ്ട്. കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. അത് അവിടെയല്ല, അതിവിടെയല്ല, അത് എന്റെ ഉള്ളിലും. കാരണം ഞാൻ ചെല്ലുന്നിടത്ത് ഇതിന്റെ റോളാ പറയുന്നത്. ഈ രാജ്യത്തിന്റെ നിയമം പറയും നിനക്ക് ചില കാര്യങ്ങൾ പറ്റത്തില്ല, പക്ഷെ ദൈവത്തിന്റെ നിയമം എന്റെ മേൽ വരുമ്പോൾ രാജ്യത്തിന്റെ നിയമം വഴിമാറും. ഞാൻ ഒമാനി വന്ന സമയത്ത് ദൈവം ചെയ്ത അത്ഭുതം, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവരുടെ പാസ്പോർട്ടിനകത്ത് വിസ അടിക്കാൻ ബുദ്ധിമുട്ടായി, കാരണം അവരുടെ ഏജ് ഓവറായി. പക്ഷെ രാജ്യത്ത് ഒരു നിയമം പാസ്സായി, 50 എന്ന് പറഞ്ഞാൽ ഞാൻ ഏജ് ഞാൻ ഓർക്കുന്നില്ല, അതിന്റെ മുകളിലുള്ളവർക്കും ഇനി മുതൽ വിസ അടിക്കാം. പ്രാർത്ഥിച്ച ശേഷം സംഭവിച്ച കാര്യം, ദൈവം രാജ്യത്തിന്റെ നിയമത്തെ മാറ്റിക്കളഞ്ഞു. ഒന്നിലധികം തവണ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ ഗുണമല്ല, എന്റെ മേലുള്ള യേശുവിന്റെ ഗുണം, പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഒരു കാര്യം കൂടെ അതുകൂടെ പറഞ്ഞ് നമുക്ക് ക്ലോസ് ചെയ്യാം. യോഹന്നാൻ 4:23 ഒന്ന് വായിക്കാവോ? യോഹന്നാൻ 4:23. ഹല്ലേലൂയ. സ്ത്രീയെ എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അത് ഏത് പ്രശ്നമാണ് വായിക്കുന്നത്? യോഹന്നാൻ 4:23 അല്ല വായിച്ചേ? 4:23. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഇനി അടുത്ത 24 കൂടെ. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ഈ നോക്കണേ, യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആ സ്ത്രീയോട് പറഞ്ഞിട്ട് പറയുവാണേ, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരും. അതായത് ആ സമയത്ത് അവർക്ക് പ്രാർത്ഥിക്കണം എന്നുണ്ടെങ്കിൽ അവർ ദേവാലയത്തിൽ പോയേ പറ്റത്തുള്ളൂ. അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ ഒരു സമയം വരാൻ വേണ്ടി പോവാണ്, അന്ന് നിങ്ങൾ ആത്മാവിൽ നടക്കുന്ന വ്യക്തികളായിരിക്കും. അന്ന് നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നത്
ആത്മാവിലും സത്യത്തിലുമായിരിക്കും. ലിമിറ്റേഷൻ ഇല്ല. ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുണ്ടെങ്കിൽ യെരുശലേമിൽ പോകണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും പ്രത്യേക അഭിഷക്തന്റെ അടുത്ത് പോകണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാവിൽ നടന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. ആത്മാവിൽ നമസ്കരിക്കണം, സത്യത്തിൽ നമസ്കരിക്കണം. ആത്മാവിൽ പരിശുദ്ധാത്മാവിൽ, സത്യത്തിൽ, ദൈവവചനത്തിൽ. ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവമായിട്ട് കണക്കിടാം. രണ്ട്, നിങ്ങൾ നടക്കേണ്ട രീതി നിങ്ങൾ ആത്മാവിൽ നടക്കുന്നവരായിരിക്കും. അതിന്റെ അർത്ഥം ആത്മാവിനെ അനുസരിച്ചെന്ന് ഞാൻ പറഞ്ഞേക്കാം. ഞാൻ കുറച്ചുകൂടെ കറക്റ്റായിട്ട് പറയാണ്. ഒരു മീനിന് വെള്ളത്തിലെ ജീവിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. വെള്ളത്തിന് പുറത്തെടുത്താൽ ആ മീന് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ കാണുന്ന കാര്യം, നിങ്ങൾ ആത്മാവ് എന്ന റലത്തിൽ ജീവിക്കുന്നവരായിട്ട്, ആത്മാവിന്റെ റലത്തിൽ, അതിന് പുറത്തോട്ട് നിങ്ങൾ ഇറങ്ങരുത്, ഒരിക്കലും ഇറങ്ങരുത്. ആ റലത്തിൽ നിങ്ങൾ മൂവ് ചെയ്താൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ജീവജല നദിയുടെ എല്ലാ ബെനിഫിറ്റും നിങ്ങൾക്ക് വരും. അതിന് യാതൊരു ലിമിറ്റേഷനും ഇല്ല. ഇന്ന് ദൈവം നിങ്ങളോട് പറയുവാണ്, ഇന്ന് ആ സമയം വന്നിരിക്കും. ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന സമയം വന്നിരിക്കും. ജീവജല നദി ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ആക്സസബിൾ ആണ്. നിങ്ങൾക്ക് വേണ്ടി ദൈവം അത് ഓപ്പൺ ആക്കി തരും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. എത്ര പേർക്ക് ഈ ഒരു റെവലേഷൻ അനുഗ്രഹമായിട്ട് മാറും? നിങ്ങൾ വിശ്വസിച്ചാൽ ഇന്നിവിടെ ഇതുപോലെ ജസ്റ്റ് ഒരു പ്രസംഗമല്ല, എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി പറയാൻ വേണ്ടി ഞാൻ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു വന്നതല്ല. ഇത് റിയാലിറ്റി. ഈ ശക്തി എല്ലാ മേഖലയിലും നിങ്ങൾക്ക് വേണ്ടി വിളിക്കും. എല്ലാ മേഖലയിലും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇന്ന് അങ്ങയുടെ ആത്മാവ് പറഞ്ഞ പോലെ ജീവജല നദി ഇവരുടെ ഉള്ളിൽ നിന്നും റിലീസ് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ സകല മേഖലയിലും കർത്താവ് അത് മൾട്ടിപ്ലിക്കേഷനെ കൊണ്ടുവരട്ടെ, അത് ജീവനെ കൊണ്ടുവരട്ടെ, അത് സൗഖ്യത്തെ കൊണ്ടുവരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം, യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവരുടെ മേൽ റിലീസ് ആകട്ടെ. അവരുടെ മേൽ ബോണ്ടേജുകൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ബ്രേക്ക് ആകട്ടെ. സകല മേഖലകളിലും കർത്താവ് ഒരു ഡെലിവറൻസിനെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ ബെർണാൻഡിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മേഖല കർത്താവ് അതുപോലെ റിലീസ് ആകട്ടെ. അതുപോലെ യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവജല നദി ഓവർഫ്ലോ ചെയ്യട്ടെ. കർത്താവ്, ഇനിയും ദൈവം കൊടുക്കുവാൻ പോകുന്ന പദ്ധതികളിൽ കർത്താവ് പരിശുദ്ധാത്മാവ് തന്നെ കാര്യങ്ങളെ നിയന്ത്രിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ മനുഷ്യന്റെ ബോണ്ടേജുകൾ, മനുഷ്യന്റെ ലിമിറ്റേഷനുകൾ മാറിപ്പോകട്ടെ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ ഷെൽവി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, അവരുടെ ജീവിതത്തിൽ ഈ ഒരു മേഖല വെളിപ്പെടട്ടെ. കർത്താവ്, മരിച്ചു കിടക്കുന്നത് ജീവിക്കട്ടെ. ആ യേശു ക്രിസ്തുവിന്റെ ജീവൻ, ആ ജീവജല നദി ചെല്ലുന്നിടത്ത് ചലിക്കുന്നവയെല്ലാം ജീവിക്കട്ടെ. ആ വചനപ്രകാരം ഞാൻ യേശുവിന്റെ നാമത്തിൽ ആ ഒരു ജീവനെ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കും. ഇപ്പോൾ അത് സംഭവിക്കട്ടെ. കർത്താവെ, ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ്, ഞാൻ വർഗീസ് ആൻഡ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേഖലയിൽ ആ ജീവനെ ഞാൻ വെളിപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. വെളിപ്പെടട്ടെ. ഇന്ന് തൊട്ട് അതവര് ഓപ്പറേറ്റ് ചെയ്യുന്നവരായിട്ട് മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഗ്രേസമ്മ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ ഗൈഡൻസ് പ്രകാരം നടക്കത്തക്ക രീതി കർത്താവായ യേശു ക്രിസ്തുവിലേക്ക് ഫാമിലി ആയിട്ട് കർത്താവെ ചേരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ അജിറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഇന്ന് കേട്ട ഗൈഡൻസിലേക്ക് കർത്താവ് ഒരു പുതിയ റലത്തിലേക്ക് പരിശുദ്ധാത്മാവ് കാണിച്ച ആ പ്രവചനങ്ങൾ റിയലി നിവൃത്തിയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവ്, ഒരു തുണിത്തരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ഷോപ്പ് കേരളത്തിൽ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിന്റെ വഴിയെ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഓപ്പൺ ആകും. കർത്താവെ, ഞാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് മഹിമ ജോർജ് ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ സൗഖ്യം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ റിലീസ് ആകട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഒരു മാരേജ് കർത്താവ് ആ മഹിമയ്ക്ക് വേണ്ടി കർത്താവ് ഞാൻ നടക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഒരു അത്ഭുതത്തെ യേശുവിന്റെ നാമത്തിൽ, ഒരു ബോണ്ടേജിനെ ഞാൻ ഇന്ന് ബ്രേക്ക് ആയിരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അത് സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ സാലിയ ജോർജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്ത് ആവശ്യത്തിന് വേണ്ടി ഇവിടെ വന്നോ അതിന്റെ മേൽ ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. കർത്താവെ, ചില സാമ്പത്തികമായ
അത്ഭുതങ്ങൾ അവരുടെ കയ്യിൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമം, വിദേശ നന്മകൾ കർത്താവിന്റെ യേശുവിന്റെ നാമത്തിൽ കയ്യിലേക്ക് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനേകർ കൊടുക്കത്തക്ക രീതിയിൽ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ റോസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ വന്നത് അനുഗ്രഹമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഓൾറെഡി ആ ഡെലിവറൻസ് അവിടെ സംഭവിച്ച കൃപയ്ക്കായിട്ട് ആ ഒരു നദി കർത്താവെ അവരുടെ കുടുംബത്തിൽ ഒഴുകട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അത് എന്നും ഒഴുകട്ടെ, അത് നിന്നു പോകരുത്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ മിനി അൽഫോൻസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് പറഞ്ഞ പ്രവചനം അതുപോലെ സംഭവിച്ച കൃപയ്ക്കായിട്ട് ആ ഒരു വെളിപ്പാട് കർത്താവ് ഇപ്പോൾ അങ്ങനെ ശക്തി ചലിക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദി. ആ വെളിപ്പാട് അവിടെ യഥാർത്ഥമായിട്ട് എൻ്റർ ആയ കൃപയ്ക്കായിട്ട് ആ ഡാമേജുകളെല്ലാം മാറിപ്പോകട്ടെ. അവിടെ സൗഖ്യം ആ സ്പിരിച്വൽ റഹത്തിൽ സംഭവിക്കട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞാൻ ടാനിയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ വെളിപ്പെടൽ ഓൾറെഡി സംഭവിച്ച കൃപയ്ക്കായിട്ട് ആ ഒരു ഡെലിവറൻസ് ആ കുടുംബത്തിൽ. കർത്താവ്, ഞാൻ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ കരം തൊടട്ടെ. അവരാഗ്രഹിക്കുന്ന രീതിയിൽ അവരുടെ ആരാധന ചേഞ്ച് ആകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി ഒരു വഴിയെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ഓപ്പൺ ആക്കും. ഇപ്പോൾ അത് സംഭവിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് അവരുടെ സ്റ്റക്കായിട്ട് കിടക്കുന്ന സകല മേഖലകളും കർത്താവ് ഇപ്പോൾ അത് റീ ഓപ്പൺ ആകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ അത് സംഭവിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമം. കർത്താവ്, ഞാൻ ബിനു ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്ന ലെവലിലേക്ക് വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. കർത്താവ്, ഞാൻ പ്രിൻസ് ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്ത് വലിയൊരു അനുഗ്രഹമായിട്ട് മാറട്ടെ. ഒരു വലിയ ടെസ്റ്റ് മണി ഇതിൽ നിന്നും പുറത്തു വരട്ടെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോ കർത്താവ്, ആ ടെസ്റ്റ് മണി അങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് കർത്താവെ ഞാൻ സകലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ സെല്ലാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അഹിലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഡെൻസിറ്റി അവരുടെ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുഞ്ഞിന്റെ മേൽ അങ്ങ് ഓൾറെഡി ചെയ്ത ഡെലിവറൻസിന് വേണ്ടി നന്ദി പറയും. കർത്താവെ, ഞാൻ റജിമോൻ ബുധന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞാൻ ഐശ്വര്യ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്ത പ്രവചനങ്ങൾ അത് ഫുൾഫിൽ ആവുന്ന കൃപയ്ക്കായിട്ട് അതുപോലെ സംഭവിച്ച് വലിയൊരു സാക്ഷ്യത്തോടെ ആ കുടുംബം തിരികെ വരുന്ന കൃപയ്ക്കായിട്ട്. കർത്താവെ, ഞാൻ മോഹൻരാജിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. കർത്താവെ, അവരുടെ മോക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഡെലിവറൻസുകൾ അങ്ങ് ചെയ്തിരിക്കുന്ന കൃപയ്ക്കായിട്ട്. കർത്താവെ, ഞാൻ റീച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമം. സൗഖ്യത്തെ റിലീസ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ. കർത്താവിന്റെ സൗഖ്യം സകല മേഖലയിലും റിലീസ് ആകട്ടെ യേശുവിന്റെ. കർത്താവ് വീണ്ടും സൗഖ്യം എന്ന് പറയാം യേശുവിന്റെ നാമത്തിൽ. അത് തന്നെ ഞാൻ റിലീസ് ചെയ്യും, അത് തന്നെ റിലീസ് ചെയ്യും. കർത്താവ്, ഞാൻ അച്ചാമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അനുഗ്രഹിക്കുന്നു കർത്താവ്, ഞാൻ സകലർക്ക് വേണ്ടി ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ഒരു മീറ്റിംഗ് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി കൃപയ്ക്കായിട്ട് സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, അപ്പം ഈ പങ്കെടുത്ത എല്ലാവർക്കും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ ഒരു മെസ്സേജ് ഞാൻ യൂട്യൂബിൽ കാണും. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇത് കേൾക്കണം തോന്നുവാണെങ്കിൽ വീണ്ടും എടുത്ത് കേൾക്കുക. ആ ഒരു റെവലേഷനെ നിങ്ങൾ ഏറ്റെടുക്കുക, അത് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. വചനം കൊണ്ട് മാത്രമേ നമുക്ക് ഡെലിവറൻസ് സംഭവിക്കത്തുള്ളൂ. എന്തായാലും ദൈവം അനുഗ്രഹിക്കുക. തീർച്ചയായിട്ടും ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അത് വിശ്വസിക്കുക. താങ്ക് യു. ഓക്കെ, ഗുഡ് നൈറ്റ്. താങ്ക് യു.